കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. മോഹനകൃഷ്ണനും ഓമനക്കുട്ടനും എൻ്റെ മുന്നിൽ കളിച്ചു വളർന്ന കുട്ടികളാ. എന്ത് കുറവുകൾ നീ കണ്ടെത്തിയാലും അവർ നല്ലോരാ. അതിലൊരാളെ നീ വിവാഹം കഴിക്കണം. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ തന്നെ തീരുമാനിക്കാം. മോഹനകൃഷ്ണ, ഓമനക്കുട്ട. അയ്യോ വേണ്ട മുത്തശ്ശ, നോക്കിയും കണ്ടേ മുത്തച്ഛന്റെ ഈ മോളെ എന്ത് നിശ്ചയിക്കൂ. നിങ്ങളുടെയൊക്കെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് ഞാൻ ഒരിക്കലും എടുത്തു ചാടില്ല. എനിക്ക് ഒരാളോട് സ്നേഹമുണ്ട് എന്നുള്ളത് ശരിയാ, ശരിയാണ്. അത് നിങ്ങളൊക്കെ കരുതും പോലെ ആ കോച്ചിനെയൊന്നുമല്ല. അല്ല പിന്നെ പറഞ്ഞോളൂ, എല്ലാം തുറന്നു പറഞ്ഞോളൂ. യഥാർത്ഥത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരു ഡോക്ടറെയാ. ഡോക്ടറെയോ? ഡോക്ടർ നന്ദകുമാർ. അതെ. ജാതിയും മതവും തറവാടിത്തവും ഉദ്യോഗവും ഒക്കെ മുത്തശ്ശൻ ആഗ്രഹിക്കുന്നതിനേക്കാളും ഒരു പടി മുന്നില. എന്തിനാ പിന്നെ നീ എന്നോട് ആദ്യം കള്ളം പറഞ്ഞത്? ഒരു കോച്ചാണെന്ന് പറഞ്ഞപ്പോഴേ എടുത്തു ചാടിയില്ല അമ്മാവന്മാര്, കാല് തല്ലിയൊടിച്ചില്ലേ? അദ്ദേഹത്തിനാണ് ഇത് സംഭവിച്ചെങ്കിലോ? ഇനി അങ്ങനെ ഉണ്ടാവില്ല കുട്ടി, നമുക്കിത് ഉടനെ ആലോചിക്കാം. ഉടനെ വേണ്ട, 2 കൊല്ലം കഴിഞ്ഞു മതി കല്യാണമെന്നാ ഞങ്ങളുടെ ഒരു തീരുമാനം. മുത്തച്ഛൻ, not this point, only 2 years. അപ്പൊ എനിക്ക് 49 വയസ്സാ. അദ്ദേഹം ഹയർ സ്റ്റഡീസിനായി സ്റ്റേറ്റ്സിലേക്ക് ഉടനെ പോവും. അതുവരെ വീട്ടിൽ നിന്ന് മുഷിയാതെ എന്നോട് എയറോസ്റ്റസായി ജോലിക്ക് പൊയ്ക്കൊള്ളാനാ അദ്ദേഹം പറഞ്ഞത്. ഞാൻ എന്തും മുത്തശ്ശന്റെ ഇഷ്ടം പോലെ ചെയ്യൂ. ആട്ടെ, എവിടെ അവന്റെ വീട്? കുമാരപുരം. അത് തന്റെ വീടല്ലേ? പെരുവണ്ണാപുരം. എന്തായാലും 2 കൊല്ലത്തെ ഇടവേള ഉണ്ടല്ലോ, അതുവരെ അനുപമയെ ജോലിക്ക് വിടാം. ഞാൻ ഫ്ലൈറ്റിൽ ഒരു സീസൺ ടിക്കറ്റ് എടുത്താൽ മതിയല്ലോ. അതിന് തനിക്ക് എന്തിനാ ഫ്ലൈറ്റ് ടിക്കറ്റ്? വയസ്സായില്ലേ, മുത്തച്ഛനൊന്നും മനസ്സിലാവില്ല. എടുക്കണോ കയ്യെ? കുറെ നേരം സഹിക്കണു ഈ കോമാളി വേഷം. ഒരു തൊപ്പിയും ചെയിനും കമ്മലും. എന്താ എന്റെ ഉദ്ദേശം? പിടിച്ചു നിൽക്കണ്ടേ മുത്തച്ഛ? മറഞ്ഞു നിൽക്കുന്നവർക്കൊക്കെ ഇറങ്ങി വരാം. എനിക്കൊരു കാര്യം തീരുമാനിക്കാണ്ട്. എനിക്കൊരു സംശയം. അപ്പൊ ഞാൻ തല്ലിയത് ആരെയാ? ആ ഫോട്ടോയിലെ അതേ ചായയാണല്ലോ അയാൾ. അത് തനിക്ക് തോന്നിയതായിരിക്കും. തോന്നിയതാവും അല്ലേ? അത് പോട്ടെ, ഞാൻ എപ്പോഴാ പെരുവണ്ണാപുരത്തേക്ക് പോണ്ടത്? എന്തിനാ? ആ ഡോക്ടറെ കാല് തല്ലി ഓടിക്കാൻ. ആദ്യം ഒടിഞ്ഞ കാലൊന്ന് നിവരട്ടെ, എന്നിട്ടാവാ. കൊറേ കാലായല്ലോ പിന്നാലെ നടക്കാൻ തുടങ്ങിട്ട്. വല്ലത് നടക്കോ? ഞാൻ എന്റെ പിന്നാലെ അല്ലല്ലോ നടക്കണേ, മാവിന്റെ പിന്നാലെ അല്ല നടക്കണേ. അതെന്താ പറയണേ? ഈ പണ്ടാരം ഇങ്ങനെ നിക്കണ കാരണം ഇതിപ്പോ 3ാമത്തെ തവണ മിച്ചടിക്കണ. ഉടനെങ്ങാനൊന്ന് വെട്ടിക്കൊണ്ട് പോവോ? നീ അടങ്ങ്, ഞാൻ വെട്ടിത്തരാ. വിലയിലൊന്ന് ഉറക്കട്ടെ. എന്താ ഇവിടെ ഒരു പഞ്ചാര? നിനക്ക് കിന്നരിക്കാൻ ഈ കളവിനെ കിട്ടിയുള്ളൂ. പോടി. തന്നു വന്നിപ്പോ പെമ്പിളർക്ക് പ്രായവും നോട്ടല്ല, രൂപവും നോട്ടമില്ല. തനിങ് വന്നേ, എന്താ ഈ പരിപാടി? അല്ല മേന്നെ, നമുക്ക് ഈ മാവിന്റെ കാര്യം വല്ലതും നടക്കുവോ? നടന്ന് എന്റെ ചെരുപ്പ് തേഞ്ഞി. എടോ, തുട്ട് തരാമെന്നുണ്ടെങ്കിൽ ഈ വീട് വരെ പൊളിച്ചു വെക്കാൻ ഞാൻ റെഡിയാ. പക്ഷെ സർവ്വ അധികാരങ്ങളും അച്ഛൻ കൊടുത്തിരിക്കുന്ന കുടുംബവക്കീല് ലാലിനല്ലേ. അയാൾക്കാണെങ്കിൽ കേസുമില്ല, കാര്യസ്ഥ പണിക്ക് സമയമില്ല. എപ്പോഴും വെപ്രാളല്ലേ, വെപ്രാളം. അല്ല അത് പോട്ടെ, മാവ് വാങ്ങി തന്ന കമ്മീഷൻ കിട്ടും. അച്ഛന്റെ മാവ് മുറിക്കാൻ മോന് കമ്മീഷനോ? മാവ് വേണമെങ്കിൽ മതി. ശരി, ഏറ്റു. നമുക്ക് എങ്ങനെങ്കിലും ഇതൊന്ന് കബൂലാക്കി തന്നാ മതി. എന്നാ വാ. മാവിന്റെ കാര്യം ഒന്ന് അങ്ങോട്ട് വാണ് വിട്ടതുപോലെ പായുന്നേ. മുത്തശ്ശനെ കണ്ടൊരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. അപ്പൊ നമ്മളെ മാവ് ചത്തിട്ട് പോരെ? ഇപ്പൊ എനിക്ക് സമയമില്ല. ചാവാനോ? അല്ല, തന്റെ കാര്യം നോക്കാൻ എനിക്ക് സമയമില്ല. താൻ പോയിട്ട് പിന്നെ വാ. വലട്ടമ്പാ. എന്നാ പോയപ്പോ കെട്ടിയോ രാവിലെ കട്ടിലേന്ന് പൊങ്ങിയോ ഇടത്തി? രാവിലെ എങ്ങോട്ടോ പോവാൻ ഒരുങ്ങ. ടൗൺ വരെ ഒന്ന് പോവാന്ന് വിചാരിച്ചതാ. എന്തിന്? ചുമ്മാ. എന്താണ് വക്കീലേ? വേണമെങ്കിൽ ഒരു വാർത്ത വന്ന് കേട്ടോളൂ. എന്ത് വാർത്ത? ഒരു കൗതുക വാർത്ത. എടോ വക്കീലേ, എന്താടോ ഇത്? സാറിയർ അല്ല, കൊറിയർ. ഓടി വന്നപ്പോ എന്റെ കാല് സ്ലിപ്പായി, എവൾ എന്റെ ഇടയിലുമായി. കുറെ കാലമായി ഞാൻ കാണുന്നു ഈ തട്ടിലും മുട്ടലും. കേട്ടില്ലേ, നിരപരാധിയായി ഞാൻ പഴി കേൾക്കുന്ന. എന്തിനാ കുട്ടി ഞാൻ സ്ലിപ്പ് ആവുമ്പോ മുമ്പിൽ വന്ന് നിൽക്കുന്നത്? ഇനി ഇത് ആവർത്തിക്കരുത്. പൊടി. മുത്തശ്ശ, ഒരു ചൂടുള്ള വാർത്ത ഞാൻ ചോർത്തെടുത്തിട്ടുണ്ട്. പോസ്റ്റ്മാന്റെ കേസ് അന്വേഷിക്കാൻ പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോ പോസ്റ്റ്മാൻ ഒരു പോസ്റ്റ് കവർ തന്നു. പൊട്ടിച്ചു നോക്കിയപ്പോ ഞെട്ടിക്കുന്ന ഒരു വാർത്ത.
നമ്മുടെ അനുപമ അനുപമ അനുപമയ്ക്ക് ജോലി കിട്ടി. സന്തോഷായില്ലേ? എനിക്കിഷ്ടായില്ല. ഈ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണും ജോലിക്ക് പോയ പാരമ്പര്യമില്ല. ഒരാണും മേലനങ്ങി ജോലി ചെയ്ത പാരമ്പര്യവും ഇവിടെ ഇല്ല. ആ, എന്റെ അനന്തേട്ട നിസാര ജോലിയൊന്നുമല്ല. എയർ ഹോസ്റ്റസ് ആകാശത്തിൽ എന്ന് പറഞ്ഞ അറിയില്ലല്ലേ? വിമാനത്തിലെ യാത്രക്കാർക്ക് ചായ, കാപ്പി, ബിസ്ക്കറ്റ്, കൂൾ ഡ്രിങ്ക്സ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതൊക്കെ ചിരിച്ചോണ്ട് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് സപ്ലൈ ചെയ്യുന്ന ലലനാമണികളാണ് എയർ ഹോസ്റ്റസ്. അതായത് സപ്ലയർ. ഇനി ഇവക്ക് സപ്ലൈ ആണെങ്കിൽ ടൗണിലെ ഏതെങ്കിലും ഹോട്ടലിൽ നിന്നാ പോരെ. വെറുതെ എന്തിനാ ആകാശത്തിലൂടെ പോണവർക്കൊക്കെ കൊടുക്കാൻ നടക്കണത്? മോശം. അയ്യോ അനന്തേട്ടാ, വിമാനത്തിലെ സപ്ലയർക്ക് നല്ല വെയിറ്റാ. അറിയാൻ മേലാഞ്ഞിട്ടാ. അതങ്ങനെ പഠിക്കാൻ പറ്റ സമയത്ത് ഗോലി കളിക്കാൻ നടന്ന ഇങ്ങനെയൊക്കെ ഇരിക്കും. മുത്തച്ഛനത്തെ അഭിപ്രായം ഒന്നും പറയാതെ. വക്കീലെ തെറ്റ് പറ്റിയത് എനിക്കാ. എന്റെ കൺമുന്നിൽ നിന്ന് അകലെ വിട്ട് പഠിപ്പിച്ചു. ഇനി അവൾ എന്റെ കൺവട്ടത്ത് നിൽക്കില്ല. വേണ്ട, എനിക്ക് സഹിക്കാനാവില്ല. അവൾക്ക് ജോലിയും വേണ്ട, ഒരു മണ്ണാങ്കട്ടി. അതെ, അതാണ് നല്ലത്. ഒന്നുമില്ലല്ലോ, നമ്മുടെ കുടുംബത്തിൽ ഒരു അന്തസ്സല്ലേ. താൻ ഇതുവരെ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ഇതുവരെ പറഞ്ഞതും അങ്ങനെയൊക്കെ തന്നെ മനസ്സിലാഞ്ഞിട്ട്. വക്കീലല്ലേ, മാറ്റി പറയും. ആ ബാല, അനന്ത, ഇന്ന് തന്നെ ബാംഗ്ലൂർക്ക് പുറപ്പെട്ടോളൂ. വക്കീലെ വഴിച്ചെലവ് എന്താ വെച്ചാൽ കൊടുത്തോളൂ. ഇത്രേ ഉള്ളൂ. തിരിച്ചു വരുമ്പോ കണക്ക് തരാൻ മറക്കരുത്. കള്ള കണക്കായിരിക്കരുത്. ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ അവൻ എത്തി. ആര്? നമ്മുടെ ഗോവൻ ഹീറോ, ഞാൻ ഉണ്ടാക്കിയ കെട്ടുകഥയിലെ നായകൻ. അവൻ അനുഭവമേ കാണുന്നത് വാശി പിടിക്കുന്നു. എനിക്ക് വയ്യ. അയ്യോ, തളരരുത്. അയാൾ എതിർത്ത് നിൽക്കണം. അവന്റെ ഫ്യൂസ് വരണം. എങ്കിലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. അയ്യോ പ്ലീസ്. രഹസ്യമായിട്ട് നടന്ന കാര്യം പരസ്യമായ സ്ഥിതിക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കാനാണ് ഞാൻ വന്നത്. സഹകരിക്കണം കേട്ടോ. നമസ്കാരം. നമസ്കാരം. എന്നോടല്ലോ നമസ്കാരം ഉണ്ട് കേട്ടോ. ഇതാരാ? നിങ്ങളമ്മ പരിചയമില്ലേ? ഇതാണ് അനുപമ. അനുപമ, ഞാൻ ആ പേരെ ഓർത്തോണ്ടിരുന്നത്. അന്ന് പിന്നെ പേരും നാളൊന്നും ചോദിക്കാൻ സമയം കിട്ടിയില്ലല്ലോ. പിന്നെ പാന്റും കോട്ടൊക്കെ ഇട്ടപ്പോ ആളെ മനസ്സിലായില്ല. അന്ന് വേഷം ഇതായിരുന്നില്ലല്ലോ. അയ്യേ, സോറി ട്ടോ, എന്നെ മനസ്സിലായല്ലോ. നിങ്ങളെ അത്ര വേഗം മറക്കാൻ പറ്റില്ലല്ലോ. ഒരിക്കലും പറ്റില്ല. തെറ്റാണ് ഞാൻ ചെയ്തത്. ഒരു പെണ്ണിന് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത തെറ്റ്. ഒരു സ്ത്രീയോടൊരു പുരുഷൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ്. എന്തായാലും തെറ്റ് തന്നെയാണ് ഞാൻ ചെയ്തത്. എനിക്കൊന്ന് കേൾക്കണം. ഗോവയിൽ വെച്ച് ദുരുദ്ദേശത്തോടു കൂടി ഞാൻ പരിചയപ്പെട്ട തെറ്റ്. ഐസ്ക്രീമിനകത്ത് മയക്കുപൊടി കലക്കി തന്ന തെറ്റ്. അതിനുശേഷം നടന്നത് തെറ്റ്. എന്താ അവളുടെ വിലപ്പെട്ടതെല്ലാം ഞാൻ കവർന്നെടുത്തത് തെറ്റല്ലേ? താൻ എന്തോ കവർന്നെടുത്തോന്നാ പറയുന്നേ? അനുപമേ, ഈ കേട്ടത് സത്യമാണോ? ഇയാൾ ഇതുവരെ പറഞ്ഞതൊക്കെ തെറ്റാണ്. സമ്മതിച്ചു. അതുകൊണ്ട് എനിക്ക് പ്രായച്ചിത്തം ചെയ്യണം. എന്ത് പ്രായശ്ചിത്തം? അത്രയ്ക്ക് നിർബന്ധമാണ്. ഇയാൾ മൊട്ടയടിച്ച് കാശിക്ക് പോ. അതിലും വലിയ പുണ്യമാണ് ഞാൻ ചെയ്യാൻ പോണത്. എന്ത്? ഈ കുട്ടിയെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാ. ഞാൻ സമ്മതിക്കില്ല. അതെന്താ? നിങ്ങൾ തമ്മിൽ മാച്ച് അല്ല. ആര് പറഞ്ഞു? ഞങ്ങള് മാച്ച് അല്ലേ? അല്ല. ഹലോ, ഞങ്ങൾ തമ്മിൽ മാച്ച് അല്ലേ? നല്ല മാച്ച് കേട്ടല്ലോ. മാച്ച് അല്ല, ഒട്ടും മാച്ച് അല്ല. ഇപ്പൊ നല്ല മാച്ച്. എനിക്ക് നിങ്ങൾ ഇഷ്ടമല്ല. എന്റെ കുട്ടിക്ക് സംഭവിച്ച ദുരന്തം കേട്ടപ്പോ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് കാല് പിടിച്ചെങ്കിലും പിന്നീട് ചിന്തിച്ചപ്പോ നിന്നെപ്പോൾ ഒരു ആഭാസൻ എന്റെ കുട്ടിയെ ഏൽപ്പിക്കുന്നതിലും ഭേദം അവളെ അങ്ങോട്ട് കൊന്നു കളയുന്നതാ. ഇറങ്ങി പോടാ എന്ന് പറഞ്ഞാൽ എങ്ങനെ? വെറും കൈയോടെ ഇറങ്ങി പോകാൻ പറ്റുമോ? പിന്നെന്താ, ചെയ്ത തെറ്റിന് പ്രതിഫലം. ഇതെന്റെ അവകാശമാ. ഞാൻ പഴപ്പിച്ച പെണ്ണിന് എനിക്ക് എന്നെ വേണം. ഈ ജീവിതത്തിൽ എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് നീയുമായിട്ടായിരിക്കും. ನಿಜ ಏನಂದ ನನಗೆ ನಿಮಗೆ ಗೊತ್ತು. ನಿನ್ನೆತ್ರ ಇದಕ್ಕೆ ಪ್ರತಿಕಾರ ಮಾಡಿಬಿಟ್ಟೆ. ನಾನಿല്ലെಂದು ಹೋಗಿರೋದು. ನಾವು ಇನ್ನ ಬರ್ತೆ. ಜಾಗ್ರತೆ. ഇതെന്നാടാ? കന്നഡ. അവൾക്ക് മനസ്സിലാവും. കന്നഡ. ഭൂമിദേവി രക്ഷിക്കണേ. അയ്യോ, വീണല്ലേ? ഇപ്പൊ വീണനെ. ഏക് മാർ ദോ തുക്കടാ. അയ്യോ, എന്തെങ്കിലും പറ്റിയോടാ? പെട്ടെന്ന് തുണ്ടല്ലണ്ട്. അളിയനൊന്നും പറയണ്ട. എല്ലാ വിവരവും പെങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ആ കോച്ചിന്റെ ഫോട്ടോ തന്നാ മതി. തട്ടിയേക്കാം. കൈയും കാലും തലി ഒടിച്ച പോലെ. പോരാ, വെട്ടിക്കളയണം. എങ്കിലേ പ്രേമം ഇല്ലാണ്ടാവും. ഒന്നും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ചിലപ്പോ ഒടിക്കും, ചിലപ്പോ വെട്ടും, ചിലപ്പോ തട്ടും. അച്ഛാ, കൊല്ലാൻ പറ്റിയ ഫേസ്. തലേ കുത്ത്. കള്ള കഴുതയുടെ മോനെ. നിന്റെ ആരെങ്കിലും ആന്നോടി ഇത്? എങ്കിൽ ദാണ്ടല്ല അങ്ങാട് പോ. വിടവിടെ. എന്നോടാന്നോ? അതേടാ, നിന്നോട് തന്നെ. നീ സ്പോർട്സിന്റെ കോച്ചല്ല, ഇത്തരം ചില ഇടപാടുകളുടെ കോച്ചാണെന്ന് അവളറിയില്ല. ഏതവള്? അപ്പൊ എത്ര പെണ്ണുങ്ങളുണ്ട് ഇപ്പൊ കസ്റ്റഡിയിൽ? ഇവിടെ 10 പിന്നെ 2 സ്റ്റാൻഡ് ബൈ ഒക്കെ ചേർത്ത് 12. അല്ല, താൻ ആരാവും ഏതൊക്കെ ചോദിക്കാൻ? വിക്രം ദാദാഭായ്, ഛോട്ടാ രാജ് കാ ദോസ്ത്. ഇവിടെ നിന്റെ അനുപമയുടെ അമ്മ, അവന്റെ അളിയൻ. ഏത് അനുപമ? ഏതനുപമ? ഇവനോട് പൂച്ചോ? പൂച്ച നിന്റെ മറ്റേ കർത്താവാണ്. എനിക്ക് അറിയില്ല കേട്ടോ.
അനുപമയും ഇവനും തമ്മിൽ ഒടുക്കത്ത മുഖപത്ത ബാംഗ്ലൂരിൽ വെച്ച് നീ നിൽക്കുന്നോണ്ട് ഇവൻ ഉരുണ്ട് കളിക്കുക. ഇവന്റെ ഉദ്ദേശം മറ്റേതാ, തെളിവുണ്ട് എന്റെ കയ്യിൽ. ഇതാരാ? ഏ കോൻ ഹേ? അതിയാനാ അനുപമയുടെ പെട്ടിയിൽ കിട്ടിയതാ. അൽഫോൺസ, ഞാൻ പറയുന്നത് കേട്ടോ. ഭർത്താവാണ് എനിക്ക് അറിയില്ല. കോച്ചേ, ഞാൻ നിന്റെ കാല് പിടിക്കാൻ വന്നാണല്ലേ? തല്ലി ഓടിക്കാൻ വന്നതാണ്. കാലെടുത്ത് ഭിത്തിയിൽ ഉയർത്തി വെക്ക്. എന്നാത്തിനാ? എന്നാലേ കറക്റ്റ് ആയിട്ട് ഒടിയൂ. ആ എടാ ഉവേ, എന്നാ അതിലും കറക്റ്റ് ആയിട്ട് ഞാൻ ഓടിച്ച് കാണിച്ചു തരടാ. നിന്റെ ദാദ എന്റെ ജീവിതാ പോയത്. എടാ പട്ടി, ഞാൻ കെട്ടാൻ പോണ പെണ്ണിനെയാ അതെ നീ പിണക്കി ഓടിച്ചത്. മോളെ സോറി ഉണ്ട് കേട്ടോ, ഇനി അങ്ങനെ ഉണ്ടാവുകയല്ല. പോടാ കോച്ചേ. നീ ഇത് എവിടെ പോയി കിടക്കുകയായിരുന്നു? ഒരാളെ ഞവരക്കിടാണ്ടായിരുന്നു. ഞാൻ ലേറ്റായോ? ആ മോഹനകൃഷ്ണൻ അവളുടെ റൂമിൽ കയറി സൊല്ലാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. തൊള്ളാനോ? എന്നാ ബാങ്ക് കയറി ചെല്ലടാ മോനെ. ചെല്ലേ. അയ്യടാ മോനെ ശൃംഗരിക്കാൻ വിട്ടിട്ട് കാവല് നിൽക്കുന്ന തന്തയും തള്ളി. നീ ആദ്യം പോടാ, മുട്ടാവാതില്ല. അവരെ ശല്യപ്പെടുത്തരുത്. അത് പറയാ ഇങ്ങേർക്ക് എന്താ അവകാശം? കെട്ടാൻ പോണത് എന്റെ മോന, നീ പോയി മുട്ടാ. എന്നാ വേണ്ട, ഞാൻ എന്താ ഇത്? ഒന്ന് മാറിയേ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയേ. എന്തിനാ? എനിക്കൊന്ന് മിണ്ടണം. നീ ഇനി മുണ്ടണ്ട, ഞങ്ങളുടെ കാര്യം ഏകദേശം ഫിക്സ് ആയി. ഓ, ഫിക്സ് ചെയ്യാൻ നീ എന്താ ക്വിക്ക് ഫിക്സ് ആയിട്ടാണ് അകത്തേക്ക് പോയത്? എടാ, എനിക്ക് 4 വയസ്സുള്ളപ്പോ ഞാൻ അവളുടെ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുള്ളതാ. അന്ന് 1 വയസ്സുണ്ടായിരുന്നു ഇവക്ക്, അതിന്റെ അർത്ഥം മനസ്സിലായില്ലടാ മണ്ട. മഴ മണ്ട, അതിന് നീ വിഷമിക്കണ്ട. ഇവൻ അകത്തെ ഒന്നുകൂടെ പറഞ്ഞോളും ഐ ലവ് യു. ഈ കഥകൻ ആര് തൊട്ടാലും പോക്കിടിക്കും. ഒരു പശുത്തൊഴുത്തിന്റെ മണം. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ എരുമച്ചാണവും മൂത്രവും കൂടെ മിക്സ് ചെയ്ത് നാട്ടുമായിരിക്കും മൃഗ ഡോക്ടർമാർക്ക്. ഓമനക്കുട്ടൻ വന്നു കയറിയപ്പോ ഒരു കഷായത്തിന്റെ സ്മെല്ലാണല്ലോ വരുന്നത്. ഇത് ആയുർവേദ സോപ്പിട്ട് കുളിച്ചാ പൊയ്ക്കോളും. എങ്കിൽ വേഗം കുളിക്കേ. അയ്യോ, അതിനൊന്നും ഇപ്പൊ സമയമില്ല. ഒരുപാട് പേഷ്യൻസോട് വെയിറ്റ് ചെയ്യല്ലേ. എന്നാ വേഗം ചെല്ലാൻ നോക്ക്. പേഷ്യൻസിനേക്കാളും എനിക്ക് വലുത് എന്റെ കുറുന്തോട്ടിയാ. കുറുന്തോട്ടിയോ? അനുപമയെ ഞാൻ അങ്ങനെ വിളിക്കും. ധാരാളം ഔഷധ ഗുണമുള്ള സാധനമാണ് കുറുന്തോട്ടി. എന്നെ വേണമെങ്കിൽ കറുക പുല്ലേന്നോ തഴുത ആമയെന്നോ ശതാവരി കിഴങ്ങേന്നോ വിളിച്ചോളൂ. എങ്കിൽ ഞാനേ കിഴങ്ങൻ എന്ന് വിളിക്കാം. വിളിച്ചോളൂ. അതിന്റെ കൂടെ കുറച്ച് മധുരം കൂടി ചേർത്ത് മധുരക്കിഴങ്ങാന്ന് വിളിച്ചൂടെ? ഞാനൊരു തികഞ്ഞ ഈശ്വര വിശ്വാസിയാ. എന്റെ കുറുന്തോട്ടിയെ സ്വന്തമായി കിട്ടാനായി കല്യാണത്തിന്റെ അന്ന് തല മുണ്ടനം ചെയ്യാമെന്ന് വരെ നേർച്ച നേർന്നിട്ടുള്ളതാണ് ഞാൻ. എങ്കിൽ നല്ല ഭംഗിയായിരിക്കും. താങ്ക് യു. വിവാഹത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് സങ്കല്പങ്ങളാ. കല്യാണം കഴിഞ്ഞ് ഒരു നീണ്ട തീർത്ഥാടനം, പഴനിയിൽ ഒരു കാവടി തുള്ളൽ, ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര ഹരഹരോ ഹര, രാമേശത്ത് ഒരു ശയന പ്രദക്ഷിണം, കത്തി ജ്വലിക്കുന്ന തീക്കുണ്ടത്തിലൂടെ ഒരാഴിയാട്ടം. എല്ലാം നമ്മൾ ഒരുമിച്ച. ഇതാ എന്റെ കഠിന നേർച്ച. സന്തോഷായില്ല എന്റെ കുറുന്തോട്ടിക്ക്? മുത്തശ്ശ, എനിക്ക് മടുത്തു. ഈ ചന്ദ്രസേനന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. മുത്തശ്ശ എല്ലാം കാണുന്നില്ലേ? അനുപമ ഒരു വാക്ക് പറഞ്ഞാ മതി, ബെൽറ്റ് പോകുമ്പോ അവനെ തട്ടുന്നേരെ ഞാൻ ഒറ്റ അക്ഷരം വേണ്ടി പോരുത്. അയാൾ ഇവിടെ കയറി വിലസുന്നതിന്റെ ഉത്തരവാദി താനാ. ഞാനോ? ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നു. വക്കീല പറഞ്ഞിട്ട് എന്താ കാര്യം? ബോധം വേണം, ബോധം. ക്ഷമിക്കണം, എനിക്കൊരല്പം ബുദ്ധിമോശം മാവിൽ പറ്റിപ്പോയി. ഓ, അപ്പൊ ബുദ്ധിയില്ല, ബോധമില്ല. മോള് വിഷമിക്കാതിരി, മുത്തശ്ശി എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കുത്തി കുത്തിയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വയ്യാണ്ടായി മുത്തശ്ശ. ആരെന്ത് പറഞ്ഞാലും സത്യാവസ്ഥ എനിക്കറിയാമല്ലോ. എനിക്ക് നിന്നെ വിശ്വാസമാണ്. അല്ല, നമുക്ക് എല്ലാവർക്കും കുറച്ചു നാളെ എങ്ങോട്ടെങ്കിലും മാറി നിന്നാ മനസ്സിനൊരു ആശ്വാസം കിട്ടിയേനെ. എങ്കിലെന്റെ വീട്ടിൽ വന്ന് നിന്നുള്ളൂ. അനുവിനൊരു മുൻപരിചയം ആവും. നാട്ടുകാരും ചന്ദ്രസേനെ പിന്നെയും സഹിക്കാം, നിന്റെ തള്ള സഹിക്കാനാ പാട്. എന്റെ കല്യാണത്തോട് അമ്മ പേര് നിർത്തും. പേരല്ല പോര്. അതൊരിക്കലും നടക്കില്ല. ഈ വയസ്സാം കാലത്ത് തനിക്ക് ആര് പെണ്ണ് തരാനാ? പതുക്കെ പറ മുത്തച്ഛ. അന്ന് ജോലിക്ക് പോയിരുന്നെങ്കില് ഇനിയിപ്പോ ആലോചിച്ചിട്ട് എന്താ കാര്യം? സമയം തീർന്നിട്ടില്ല. ജോയിൻ ചെയ്യാൻ ഇനിയും 2 ദിവസം ബാക്കിയുണ്ട്. ഞാൻ പറഞ്ഞ മൂപ്പരനുസരിക്കും. കൊച്ചുമോളുടെ ആഗ്രഹമല്ലേ, സമ്മതിക്കും മുത്തച്ഛ. പ്ലീസ്. നാളെ തന്നെ പുറപ്പെടാനുള്ള ഏർപ്പാട് ചെയ്തോളൂ. താങ്ക്സ് പറയേണ്ടത് എനിക്കാണ്.
ഏയ് മിസ്റ്റർ, എന്നോട് പ്രതികാരം ചെയ്യാനല്ലേ താൻ ഈ മാവിന്റെ ചോട്ടില് മേലോട്ട് നോക്കി കിടക്കണത്? ബസ്സിൽ പിടിച്ചു നിൽക്കാതെ മാഡത്തിനെ കസരയിട്ട് കൊടുക്കണോ? നടക്കില്ല. നടക്കണ്ട, ഇരിക്കാം. വാശി മേനോൻ മഠത്തിലെ അനുപമയുടെ അടുത്ത് നടക്കില്ലെന്നാ പറഞ്ഞത്. അനുപമയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, അതായത് എന്നെ. അതിലാരൊക്കെ ബലിയാടുകളായി പോയി. പാവം. ഞാനല്ല താൻ. എനിക്കതിൽ കുറ്റബോധമില്ല. തന്റെ ഈ ഇരിപ്പ് എനിക്കിപ്പോ ഹെൽപ്പായി. നാളെ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യും, എയർ ഹോസ്റ്റസ് ആയിട്ട്. ഗുഡ് ബൈ. മുറിക്കോ? ഈ മാ മുറിച്ചോണ്ട് പോയ സ്ഥലം ഇടാൻ നോക്ക. കാലനല്ല ലാലൻ. ഓ, ലാലനെങ്കിൽ ലാലൻ. നീ ഒന്ന് ആ പെണ്ണ് തന്റെ ലൈനാണല്ലേ? ഈ രഹസ്യം എങ്ങനെ മനസ്സിലാക്കി? വളർത്തു നാഹിയെ പോലെ വാലാട്ടിയുള്ള നടത്തവും വേലക്കാരന്റെ പെരുമാറ്റം കണ്ടപ്പോ തോന്നി. ആ തോന്നല് ശരിയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവൾ എന്റെ ബീവിയാണ്. ബീവി നമ്പർ 1. അവളുടെ ആഗ്രഹം പോലെ ഹണിമൂൺ യൂറോപ്യൻ കൺട്രീസിലാണ് ഞങ്ങൾ പറക്കും. അവള് ജോലിക്ക് പോയാലേ തന്റെ സ്വപ്നമെല്ലാം പറക്കും, ഭൂകമ്പം പോലെ തകരും. അതിനാകാശത്ത് ഭൂകമ്പം നടക്കില്ലല്ലോ. ഈ പൈലറ്റുമാരുടെ സ്വഭാവം ഒന്നും തനിക്കറിയില്ല മോനെ. ചില പൈലറ്റുമാര് അവളെ വിമാനം പൊക്കുന്ന പോലെ പൊക്കും, പിന്നെ നിലം തൊടിക്കില്ല. നല്ല ബെസ്റ്റ് പീസ് അല്ലേ? ആകാശത്തായതുകൊണ്ട് ഈ ചോറും പറയില്ല. അതോടെ അവൾ ആരുടെയോ ബീവി നമ്പർ 1, താൻ പൊട്ടൻ നമ്പർ 1. ഇതെന്തു പറ്റി? ഇടി കൊണ്ടപ്പം പറ്റിയതാ. അതിനിടിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ താനുണ്ടായിരുന്നില്ലല്ലോ. അതെങ്ങനെയാ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് എനിക്ക് അടി കിട്ടിയില്ലേ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അപ്പൊ അനുപമയെ കൊണ്ടുപോയതാരാ? എനിക്കറിയേല. ഞാൻ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ആ മണികണ്ഠൻ പാർട്ടി എന്നെ തല്ലി ഓടിച്ചില്ലേ? അത് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. എനിക്ക് കിട്ടുന്ന അടിയാ. അപ്പോ എന്നെ തടഞ്ഞ ഗുണ്ടകളാരാ? സാർ, ഇത് അവന്റെ വണ്ടിയാണ്. ഞാൻ പറഞ്ഞില്ല, അവന് പരിസരം വിട്ട് പോയിട്ടില്ല. അറസ്റ്റ് നിർത്തോ. എന്താ ഇപ്പൊ എല്ലാം മനസ്സിലായി. അനുപമയെ തട്ടിക്കൊണ്ടുപോയത് അവരാ. ലാലൻ വക്കീലിന്റെ വളഞ്ഞ ബുദ്ധിയിൽ അതെന്റെ തലയെ കെട്ടിവെക്കാനുള്ള ശ്രമം. അപ്പോ അനുപമ അവളെ ഉടനെ രക്ഷിച്ചില്ലെങ്കിൽ അപകടമാ. സണ്ണിച്ച, തൽക്കാലം നീ എന്റെ വേഷത്തിൽ ഇവർക്ക് പിടികൊടുക്കണം. ആലോചിച്ച് നിൽക്കാൻ സമയമില്ല, അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രതികളാവും. അവൻ അവളെ കൊന്നു കാണൂ. എവിടെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചു. അതെങ്ങനെ നിനക്കറിയാം? അത് ഈ ക്രിമിനൽസിന്റെ ഒരു സൈക്കോളജിയാണ്. സാറി വാതിൽ ചവിട്ടി പൊളിച്ച് അവനെ പുറത്തിറക്കണം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ശരിയാണ്. കോച്ചല്ലേ? അല്ലല്ല, സേരൻ, ചന്ദ്രസേരൻ, കോച്ചല്ലേ. പിടിക്കണോ അവനെ? എടാ, നീ ചെയ്യുന്ന എല്ലാ തെറ്റിനും ശിക്ഷ അനുഭവിക്കുന്ന ഒരു പാവം കോച്ചാ. ആണ്ടെ, ആ കോച്ചിനെ സാർ അറിയോ? കണ്ടിട്ടില്ല, പക്ഷെ അറിയും. എന്റെ പെങ്ങൾ അൽഫോൺസെ കല്യാണം ആലോചിച്ച ആളാ. പക്ഷെ നീ ഉണ്ടാക്കി വെച്ച കുരുത്തക്കേട് കാരണം തെറ്റിദ്ധരിച്ച് അവൾ ആ കല്യാണം വേണ്ടെന്ന് വെച്ചു. അറിയണോ നിനക്ക്? സാറിന് എത്ര വേണേ തല്ലിക്കോ, പക്ഷെ ആ കോച്ച് നിരപരാധിയാ കേട്ടോ. സാറ് പെങ്ങളെ ഒന്ന് വിളിച്ചാട്ടെ, എന്നിട്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കോംപ്രമൈസ് ആക്കിയാട്ടെ. അക്കാര്യത്തിൽ നിനക്കെന്താ എത്ര വലിയ താല്പര്യം? അത് പിന്നെ കർത്താവാണ് ഇതെന്റെ ഒരു അന്ത്യാഭിലാഷമാ. പ്ലീസ്. ഹലോ. മോളെ, ഞാനാ. നീ ആ കോച്ച് സണ്ണിയെ വെറുതെ തെറ്റിദ്ധരിച്ചു. അയാളുടെ അതേ രൂപത്തിലുള്ള ഒരു ക്രിമിനലിനെ എനിക്ക് കിട്ടി. ഒരു അനുപമയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ. ബാക്കി ഞാൻ പറഞ്ഞു കൊടുക്കാം. അവനെ വെറുതെ വിടരുത് കേട്ടോ, ശരിക്കും കൊടുക്കണം. ഞാൻ അവനെ ശരിക്കും പെരുമാറിക്കൊണ്ടിരിക്കുക. പിന്നെ കോച്ചിനെ ഒന്ന് പോയി കണ്ട് സംസാരിക്കേ. അങ്ങനെയൊന്നുമില്ല, അയാൾ നല്ലവനാ, പാവാ. നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഓക്കേ? ആ കോച്ച് ഇപ്പൊ വീട്ടിലുണ്ടാവുകയല്ല സാറേ. അത് നിനക്ക് എങ്ങനെ അറിയാമോ റാസ്കൽ? ഞാനൊരു ഊഹത്തിൽ പറഞ്ഞതാ. ഊഹം? പറയടാ, അനുപമ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? പറയാൻ. സത്യമായിട്ട് എനിക്കൊന്നും അറിയാൻ മേല സാറേ. ആ ഡോക്ടറെ പുറത്തേക്ക് ഇറക്കി വിട. കഴുതണ മോനെ, കഴിവേറിന്റെ മോനെ. നിനക്കെന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. നീ പോടാ അമ്മായിച്ചൻ കഴുതേ. പോലീസിനെ വിളിക്കടാ.
പോലീസ് ഞങ്ങൾക്ക് പുല്ല ധൈര്യം വിളിക്കണം മരപ്പെട്ടി. ഓ ഇനിയിപ്പോ ആരെയാ ഒന്ന് വിളിക്കുക എന്റെ ഈശ്വര. നീ അവനെ ഏത് കോത്താഴത്തോട് ഒളിപ്പിച്ചു വെച്ചിട്ട്? അയ്യോ ഇത്രയും വേണ്ട, കോത്താഴം മതി. ഞാൻ ഇച്ചിരി ബോൾഡ് ആക്കി പറഞ്ഞോളാം. നീ അവനെ ഏത് കോത്താഴത്തോട് ഒളിപ്പിച്ചു വെച്ചാലും അവനെ പൊക്കിയെടുത്ത് ഇടിച്ചവന്റെ ബോന്തനെ ഷേപ്പ് ചെയ്യാൻ പറ്റും. കേറി നേരത്തെ ആശുപത്രി. നിൽക്ക് നിൽക്ക്, ഡോക്ടർ ഇവിടെ ഇല്ല, ഒരു മാസം കഴിഞ്ഞേ വരൂ. എവിടെ പോയി? സൈലന്റ് വാലി പോയിരിക്കുക. അവനെ തലയിലാക്കണ കാര്യം ഞാൻ ഏറ്റു. എപ്പോ കണ്ടാലും അപ്പം തട്ടും. കേറ വണ്ടിയില് താനെ വിളിക്കാം. കേറി പോണോത്ത്. മേനവും മഠത്തിലെ ഉപ്പും ചോറും തിന്നും വളർന്ന ചന്ദ്രസേനല്ലേ? അതേന്ന്. ഇയാളെ താൻ അറിയോ? പിന്നെ എന്റെ നാട്ടുകാരനല്ലേ. ഉറപ്പുണ്ടെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ തന്നെ ഞാൻ എന്റെ തൊട്ട അയൽവക്ക. ഈ താടി വടിച്ച് മീശ ഇത്തിരി പിരിച്ചു വെച്ചാൽ ചന്ദ്രസേനൻ തന്നെ. ഇതിനിടയ്ക്ക് നാടകത്തിൽ അഭിനയിച്ചോ? കണ്ടോ കണ്ടോ കണ്ടോ, മീശയിലും താടിയിലും കൺഫ്യൂഷൻ. എനിക്കൊരു കൺഫ്യൂഷനും. ഇയാളിപ്പോ എവിടെ കാണും? ടൂറില്ലെങ്കിൽ മിക്കവാറും നാട്ടിൽ തന്നെ കാണും. അങ്ങനെ ഇച്ചിരി കമ്പമുള്ള കക്ഷിയാണ്. അടുത്തെങ്ങാനും ഗോവയ്ക്ക് പോയതായിട്ട് അറിയൂ? ഗോവ എന്ന് പറഞ്ഞാൽ തന്റെ നാട്ടിൽ കോമഡിയാണ് ഇത്രയ്ക്ക് ചിരിക്കാൻ. അല്ല, ഈ ഗോവൻ ടൂർ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? സേനന്റെ വീട്ടിൽ യുദ്ധം നടന്ന കേസായി ഗോവ. മാലയിട്ട് ശബരിമലയ്ക്ക് പോകുവാന്നും പറഞ്ഞ് കക്ഷി നേരെ വിട്ടത് ഗോവയ്ക്കാ. അത്ര വിരുദനാ. എനിക്ക് അയാളൊന്ന് കാണണം. താനും വരൂ ഞങ്ങളുടെ കൂടെ? ശരി. നീ പറഞ്ഞ സത്യ. ആ ഫോട്ടോയിൽ കണ്ട ആള് ഒരു കോച്ച് തന്നെയാ. കക്ഷി ഇന്ന് 2 എണ്ണം കൊള്ളുകയും ചെയ്തു. എനിക്ക് മനസ്സിലായില്ല. നീ പറഞ്ഞ ആ കോച്ച് പാലക്കാരൻ സണ്ണിയില്ലേ, അയാളുടെ കാര്യമായി പറയുന്നേ. എന്റെ 2 മുറച്ചെറുക്കന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എടുത്ത ഒരു അടവാണ് ഈ കോച്ച്. കേട്ടു, ഈ വക്കീലെല്ലാം കേട്ടു. എല്ലാവരും വിധികളാക്കായിരുന്നല്ലേ? കൊച്ചിന്റെ കല്യാണം മുടക്കാൻ കോച്ചിനെ ബലിയേടാക്കായിരുന്നല്ലേ? ലോലനല്ല ലാലൻ. ആ ലാലേട്ടാ പറയരുത് പ്ലീസ്. ഞാൻ പറയും. എന്റെ ലാലേട്ടാ. ഇത്രയും നാളായിട്ടും എന്റെ മനസ്സൊന്ന് മനസ്സിലാക്കാൻ ലാലേട്ടന് പറ്റിയില്ലല്ലോ. ഞാൻ ഈ കള്ളമൊക്കെ പറഞ്ഞ് എന്റെ കല്യാണം മുടക്കണത് എന്തിനു വേണ്ടിയാണെന്നറിയോ? എയർ ഹോസ്റ്റസ് ആവാൻ. ഒരിക്കലും അല്ല. ഇനി ഞാൻ തന്നെ അത് തുറന്നു പറയണോ? ഒരുപാട് നാളായിട്ട് മറക്കാൻ പറ്റാത്ത ഒരാള് എന്റെ മനസ്സിലുണ്ട്. ആരാണെന്നറിയോ? എന്റെ ലാലേട്ടൻ. എന്താ ഒന്നും പറയാത്തെ? ഒരു 5 നിമിഷം മുമ്പ് പറയായിരുന്നില്ലേ? സാരമില്ല, ഇത് ഫിക്സ്. പിന്നെ ഇത് ഒരടവല്ലല്ലോ. ചങ്ക പിളർന്ന് കാണിച്ചാലും ചെമ്പരത്തി പോവാണെന്ന് പറയരുത് ചേട്ടാ. അയ്യോ, ചങ്ക് പിളർക്കണ്ട, ഞാൻ വിശ്വസിച്ചു. പേടിയുണ്ടാ ഞാൻ ഇത്രയും കാലം പറയാതിരുന്നത്. ഇനി ലാലേട്ടൻ പറ, എന്റെ മുത്തശ്ശന്റെ ആഗ്രഹപ്രകാരം ഞാൻ മുറച്ചക്കന്മാരിൽ ഒരുത്തിനെ കെട്ടണോ? ഏയ് വേണ്ട. ഇനി അവന്മാരുടെ ശല്യം ഉണ്ടായാലും ജാമ്യമില്ല കേസ് കുടിക്കും. 2 ഞാൻ അകത്താക്കും. നമ്മുടെ കല്യാണത്തിന് വേണ്ടി ഇനി ഞാൻ എന്തടവെടുത്താലും ലാലേട്ടൻ എന്നോടൊപ്പം ഉണ്ടാവില്ലേ? എന്റെ ഈ ജീവൻ ഇനി അനുപമയ്ക്കുള്ളതാണ്. അത് മതി ലാലേട്ടാ, സമാധാനായി. ആ ഇനി ലാലേട്ടൻ പൊയ്ക്കോളൂ, അല്ലെങ്കിൽ എല്ലാവർക്കും സംശയമാവും. ആ ശരിയാണ്. ഇനി ഞാൻ രാത്രികാലങ്ങളിൽ മാർച്ചാരനെ പോലെ പതുങ്ങി വരാം. അയ്യോ, ഇടിച്ചില്ല. ഭാഗ്യം. വേഗം കുടിച്ചോ, 2 മുട്ടയും കൂടെ അടിച്ചു ചേർത്തിട്ടുണ്ട്. ഇനി ഈ മുട്ട പരിപാടിയായിട്ട് എന്റെ അടുത്ത് വരരുത്, തട്ടരുത്, മുട്ടരുത്. ഇന്ന് മുതൽ എനിക്ക് പോഷകങ്ങൾക്ക് കുറവില്ല. മാവ് കാണുമ്പോഴാ കൊറേ കാലായി നമ്മളങ്ങനെ നടത്തി കൊതിപ്പിക്കണേ. എന്തായാലും എന്റെ മോനെ ഇന്ന് ഞാൻ ഉറപ്പിക്കും. അതിനാണ് ഇന്നത്തെ വരവ്. അല്ല ഒന്നും കൂടി വാ. വക്കീലില്ല ഇവിടെ? വക്കീലിന്റെ കാര്യം അന്വേഷിക്കില്ലല്ലോ എന്റെ പണി. എന്താ അത്ര ചൂട്? എന്താ പറഞ്ഞേ? അല്ല ഇന്ന് എന്താ അത്ര ചൂട് എന്ന് ചോദിക്കായിരുന്നു. വക്കീലേ, ഇന്ന് 2 അറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. എന്താ പറഞ്ഞ? നാട്ടിൽ വേറെ മാവില്ലാഞ്ഞിട്ടല്ലേ ഞാനിവിടെ ഇങ്ങനെ കയറി ഇറങ്ങണേ. കഴിഞ്ഞ മാസം ഞാനൊരു സ്വപ്നം കണ്ട് ഈ മാവ് പറഞ്ഞു വീണ്ടും നിങ്ങൾ മയ്യത്തായിന്ന്. പേടിപ്പിക്കാതെ കാര്യം പറയടോ. കാര്യം പറയാൻ എപ്പോ ഇവിടെ വന്നാലും ഇവിടെ ഒരു ചർച്ച അല്ലേ? ചർച്ചയും ഒരു ഒടുക്കത്തെ ഒരു ആലോചന. നാട് മുടിക്കണ മന്ത്രിമാർക്കില്ല ഇത്ര വലിയ ആലോചന. മാവ് മേടിക്കാൻ നടന്ന് നാട്ടുകാർ ഇപ്പൊ മാമുക്കോയ എന്നുള്ള മാവും കോയെന്നാക്കി മാറ്റി. എന്നാ മാവുക്കോയ വില പറ. വില പറഞ്ഞ് കയറ്റി മാവിനിപ്പോ തേക്കിന്റെ വിലയായി. എന്നാലും ഒരു മോഹ വില 5000 രൂപ ഒറ്റയ്ക്ക് കയറ്റിക്കോളി. നിങ്ങൾ ഇവിടെ ഒന്ന് മുട്ടിക്ക്. എവിടെ? ഇതവിടെ
എന്ത്? ഇതാണ് ഉറപ്പിക്കല്. ഓഹോ. ഇനി ഇതില് വേറെ ആർക്കും കമ്മീഷൻ ഇല്ല. നിങ്ങൾ കാരണവരെ കൊണ്ട് ഒന്ന് ഒപ്പിടിച്ചായിരുന്നു. അതൊക്കെ വേണോ? വേണം. ഒരു അഗ്രിമെന്റ്. പ്രായമുള്ള ആൾക്കാർ താമസിക്കുന്ന വീടല്ലേ, പെട്ടെന്ന് ആരെയും തട്ടിപ്പോയത് പറ്റിപ്പോവില്ലേ? ഇവിടുത്തെ 2 മണ്ടന്മാര് തട്ടിപ്പോയാലും ചന്ദന മുട്ടിക്കേ കത്തിക്കൂ. എന്നാലും ഒരു ഉറപ്പിന് ഇതൊരു അഡ്വാൻസ്. എന്നാ താൻ പോയി എന്താ വെച്ചാൽ എഴുതിക്കൊണ്ടാ ഒപ്പുപടിച്ച്. അല്ല, ഞാനതൊക്കെ എഴുതി ക്ലിയർ ആക്കിയിട്ടാണ് വന്നത്. പോക്കറ്റ് വെച്ചോണ്ട് നിന്നാ മതി, എനിക്ക് തരണ്ടായോ? ഒപ്പുപടിച്ചു തരാം. ഒരല്പം പ്ലാനിങ് മിസ്റ്റേക്ക് പറ്റി. പെട്ടെന്ന് മുത്തച്ഛൻ എടുത്തു ചാടുന്ന് കരുതിയില്ല. ആ ഡോക്ടറുടെ ജീവിതം താറുമാറാവോ? ആയാലും നമുക്കെന്താ, എന്റെ ലക്ഷ്യം നടക്കും വരെ ഇനിയും പല നമ്പറുകൾ ഞാൻ ഇറക്കും. എല്ലാം എനിക്ക് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോ സന്തോഷം കൊണ്ട് ഞാൻ വീർപ്പ് കൂട്ടുക. അപ്പുറത്ത് മുറച്ചിറക്കന്മാരുടെ സമ്മേളനം നടക്കുക. ഇടിയും തൊഴിയും അനുവിന് വേണ്ടി. ഈ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. ഞാൻ നമ്മുടെ കാര്യം അപ്പുറത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന മുത്തച്ഛനോട് ഒന്ന് പറയട്ടെ. അദ്ദേഹം ഇന്നെങ്കിലും ഒന്ന് ഹാപ്പി ആയിട്ട് ഉറങ്ങട്ടെ. ഒന്നുകൂടെ വിളിച്ചേ കുട്ടാ. ഇതൊക്കെ നമ്മൾ രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങളല്ലേ? ഇടയ്ക്ക് ഇതുപോലെ എന്റെ കൺട്രോൾ വിടും. അതിന് വേണം എന്നെ കടിഞ്ഞാനിടാൻ. ആരോ വരുന്നുണ്ട്. സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന മെഗാ സീരിയൽ കണ്ടിട്ടുണ്ടോ? എനിക്ക് കാണാം. അപ്പുറത്ത് നിങ്ങൾ 2 ഗ്രൂപ്പും സമ്മേളനമായിരുന്നെന്ന് കേട്ടു. ഒടുവില ഓമനക്കുട്ട സത്യം മനസ്സിലായത്. അനുപമയുടെ പുറകെ നടന്നിട്ട് പ്രയോജനമില്ല. അതെ, ആ സത്യം തനിക്കും മനസ്സിലായില്ലേ? അതല്ല, അനുപമയ്ക്ക് കൂടുതൽ ചേരുന്നത് ഞാനാണെന്ന് സത്യം. അനുപമ തീരുമാനിക്കട്ടെ. ഇയാള് കൂടുതൽ ഭാരിച്ച കാര്യം അന്വേഷിക്കണ്ട. ഇറങ്ങി പോകുന്നുണ്ടോ? ഞങ്ങൾ കുടുംബക്കാർക്ക് പലതും സംസാരിക്കാനുണ്ട്. സംസാരിച്ചോളൂ. Only 2 minutes. ശല്യം. വേറൊന്നുമല്ല, ഒടുവിൽ നറക്ക് എനിക്ക് വീണു. ഇനിയിപ്പോ കാര്യങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചാ മതി. ഇയാള് പോയില്ലേ? ഇല്ല. അനുപമയുടെ പാസ്റ്റ് അറിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും. എന്ത് പാസ്റ്റ്? എങ്കിലും ഒരു ചെറിയ സത്യം ഞാൻ പറയാം. മറ്റാരും അറിയാത്തൊരു വലിയ സത്യം. അനുപമ ഒരു പിഴച്ച പെണ്ണാണ്. ഒരു പിഴച്ച പെണ്ണിനെ കെട്ടാൻ തയ്യാറാണോ? ഇപ്പൊ പറയണം. ഒന്നും പറയാറായിട്ടില്ല. എന്താ ഈ പറഞ്ഞത്? നമ്മുടെ സ്വപ്നങ്ങൾ തകരാതിരിക്കാൻ ഇതല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല. സഹകരിക്കണം. എന്നാൽ ഇത് കുറെ കൂടിപ്പോയി. അതൊക്കെ ഞാൻ ഏറ്റു. ഇപ്പൊ പറഞ്ഞു പഴപ്പിച്ച നിന്നെ ഞാൻ കെട്ടും. ഓക്കേ? മുത്തച്ഛ, ഒരു സമരസ് വന്നിട്ടുണ്ടോ? ഓരോ പ്രാവശ്യം കൂട്ടിമുട്ടി വീഴുമ്പോഴും എനിക്ക് കുട്ടിയോട് ഇത് കൂടി വരുന്നു. എന്ന് വെച്ചാൽ ഒരിത് ഇതെന്ന് പറഞ്ഞാല് അത് എനിക്കും മനസ്സിലായി. എനിക്ക് ഇഷ്ടം. പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല, വേലക്കാരി എന്നില്ല അല്ലേ? മടപ്രാവേ, ഹായ്. നാളെ എത്ര മണിക്കാ യാത്ര? 10 മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെടണം. 12-ന് കോയമ്പത്തൂരിൽ നിന്ന് ഫ്ലൈറ്റ്. നീ ആ ഫ്ലൈറ്റിന് പോകുന്നില്ല. ആര് പറഞ്ഞു? ഞാൻ. നിനക്ക് എന്നെ വേണോ ജോലി വേണോ? ജോലി. ലാലേട്ടൻ പറയുന്നതേ അനുസരിക്കൂ. ലാലേട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അതിപ്പോഴും ഇഷ്ടാ. ലാലേട്ടനെ ഇഷ്ടമില്ലാത്തവരാരാ ഉള്ളത്? എന്നെയോ? അല്ല, മോഹൻലാലിനെ. ആ ലാലേട്ടന്റെ കാര്യം പറഞ്ഞപ്പോ ഈ ലാലേട്ടൻ തെറ്റിദ്ധരിച്ചു അല്ലേ? സോറി. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. മിസ്റ്റർ, നിങ്ങളെ വിവാഹം ചെയ്യാൻ ഞാൻ അത്രയ്ക്ക് വലിയ വിഡ്ഢിയാണോ? അതിനെന്ത് യോഗ്യത നിങ്ങൾക്കുള്ളത്? ദേ, ഇനി ഇതിന്റെ പേര് കരഞ്ഞോണ്ടിരിക്കല്ലേ. 100 കൂട്ടം പണിയുള്ളതാ. എന്റെ ടിക്കറ്റ് ഓക്കെ ആക്കണം, ബാഗൊക്കെ പാക്ക് ചെയ്യണം. ഓക്കെ? കഷ്ടം. ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയില്ല, കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു. അവളുടെ ജോലി നഷ്ടപ്പെടണം, അവൾ ഈ നാട്ടിൽ തന്നെ നിൽക്കണം. അത്രയല്ലേ വേണ്ടൂ. മതി, ധാരാളം മതി. ഞാൻ ദാദാ സാഹിബിനോട് എന്നും നന്ദിയുള്ളവനായിരിക്കും. നന്ദിയൊന്നും എനിക്ക് വേണ്ട. പിന്നെ എന്തോ വേണം? പറയാം. കാശിനു മുമ്പിൽ എനിക്ക് അമ്മ പെങ്ങന്മാരില്ല, സ്വന്തക്കാരില്ല, കൂട്ടുകാരില്ല. കാശ് ആര് തരുന്നോ അവരോടൊപ്പം ഞാൻ. കാശൊക്കെ ഞാൻ തരാം. ഇത്രയും കാലം ഞാൻ ഉൾപ്പെടെ എന്റെ മുതുമുത്തച്ഛന്മാരെല്ലാം ആ വീട്ടിലെ ഇലമുറി കാര്യസ്ഥന്മാരായിരുന്നു. നൂറ്റാണ്ടുകളുടെ സേവനത്തിന് ശേഷം എനിക്ക് കിട്ടിയ ഈ കൊട്ട് ജീവിതത്തിലൊരിക്കലും മറക്കാൻ പറ്റില്ല. അതിന് പ്രതികാരം ചെയ്തില്ലെങ്കിൽ മരിക്കുന്നതാണ് നല്ലത്. അത് ഞാൻ ഏറ്റു. എന്നെ കൊല്ലാനോ? അല്ല, രക്ഷിക്കാൻ. ഹലോ, ചെങ്കേരി ദാസപ്പനല്ലേ? അതെ, ഞാൻ വിക്രം ദാദാ. എന്റെ ക്ലോസാ. തന്നെ ക്ലോസ് ആക്കണോ? അയ്യോ, എന്നല്ല, ഞാനൊരു കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്. ഒരു കിഡ്നാപ്പിംഗ്. എനിക്ക് നേരിട്ട് ഇടപെടാൻ പറ്റില്ല. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. പറയാം. എയർ ഹോസ്റ്റസ് ആവുക എന്നുള്ള ഒറ്റ അത്യാഗ്രഹം കൊണ്ടാ നുണകളുടെ ഒരു കൂമ്പാരം തന്നെ അവൾ സ്വന്തം വീട്ടുകാരുടെ മുമ്പിൽ നിരത്തിയത്. അതുകൊണ്ട്
താറുമാറായതേ നമ്മുടെ 3 പേരുടെയും കുടുംബജീവിതം. ഇപ്പൊ അവള് ജയിച്ചു, നമ്മളൊക്കെ അവളുടെ മുമ്പിൽ വെറും എന്തായാലും അവള് ജോലിക്ക് പോരുത്, സമയത്തിന് എയർപോർട്ടിൽ എത്താനും പാടില്ല. അവൾ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് തട്ടിക്കൊണ്ട് പോയാൽ മതി. 2-3 ദിവസം കഴിഞ്ഞേ വിടാവൂ. അവളുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവോ? ഉണ്ടെങ്കിൽ ആഴ്ച നേരത്തേക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെന്നേ. ഈ തട്ടിക്കൊണ്ടുപോലെ പരിപാടിക്ക് പറ്റിയ ശിഷ്യന്മാരൊക്കെ എന്റെ കയ്യിലുണ്ടെന്നേ. 100% ഞാൻ അവളോടൊപ്പം വണ്ടിയിലുണ്ടാവും. അതുകൊണ്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നെ അടിച്ച് ചമ്മന്തിയാക്കിയിട്ട് വേണം അവളെ കൊണ്ടുപോകാൻ. എന്ന് കരുതി എന്റെ മർമ്മത്തിനിട്ട് താങ്ങരുത്. വെറുതെ ആക്ഷൻ മതി, ഞാൻ തോറ്റു തന്നോളാം. വെറുതെ അയ്യേ, അതല്ല പുലിപാല് പിടിക്കരുതെന്ന്. അതുകൊണ്ടല്ലേ തന്നെ കൂടെ കൂട്ടാത്തത്. ഞാൻ എത്ര നാൾ വേണേലും കാത്തിരിക്കാം. നിക്കണ്ട, കാലി കഴിക്കും. എന്റെ സ്വപ്നത്തിലെന്നും ആ പഴയ കുറുന്തോട്ടി ഉണ്ടാവും. ഇടയ്ക്ക് ഇത്തിരി വെള്ളം ഒഴിക്കണേ, അല്ലെങ്കിൽ വാടിപ്പോവും. താങ്ക് യു. മുത്തശ്ശ, മനസ്സുണ്ടായിട്ട് പറഞ്ഞയക്കണല്ല, മോളെ എന്നും ഈ മുത്തച്ഛനെ വിളിക്കണം. സമയം പോണു. നോക്കി നിൽക്കാതെ പെട്ടിയും ബാഗൊക്കെ എടുത്ത് വണ്ടിയിൽ വെക്കടാ. അതെ, അവൻ ഡോക്ടറാ. ചേട്ടന്റെ മോനോട് പറ. എന്റെ മനും ഡോക്ടറാ, നീ അവിടെ നിൽക്കാ. എന്നാ ചേട്ടൻ തന്നെ എടുത്തു വെക്കേ. ഞാനോ? ആരും ബുദ്ധിമുട്ടണ്ട, എന്റെ ലാലേട്ട എടുത്തു വെച്ചോളും. ലാലേട്ടാ, ലാലേട്ടാ. മോഹൻലാലിനാണോ വിളിച്ചത്? പെട്ടി എടുത്തു വെക്കാൻ മോഹൻലാൽ വരുവോ? ലാലേട്ടൻ മതി. എടുത്തു വെക്കടോ. വിക്രമ, പെട്ടി എടുത്തു വെക്കേ. താൻ തന്നെ എടുത്തു വെച്ചാ മതി, അതാ അതിന്റെ ഒരു സ്റ്റൈൽ. എടാ, ബുദ്ധിയില്ലാത്ത കഴുത ഭാരം ചുമക്കും. ഹലോ, പോവാ. ഒന്ന് വേഗം പെട്രോ, മാവിന് വേദനിക്കൊന്നുമില്ല. ഹലോ, നമസ്കാരം. മാവേ? അതെ അതെ, മാവ് തന്നെയാ. വെട്ടി മുറിക്കില്ലേ? മാറി നിന്നോ, അല്ലെങ്കിൽ തലേ വീഴും. കാമഡി കാമഡി. ചെല്ല് ചെല്ല്, എന്തായാലും വരാനുള്ളത് വഴി തങ്ങൊന്നുമില്ലല്ലോ. വാ വാ വാ. എന്ത് പണിയായി കാണിച്ചേ? ഈശ്വര, ഒന്ന് മാറിയിരുന്നെങ്കിൽ. മാവ് ഇവിടെ തന്നെ ചെലവായി പോയനെ. അല്ല കാത്ത്. അല്ല, അത് മാഡത്തിന് ജോലിക്ക് പോകണ്ടല്ലോ, കാരണം മുമ്പിലേക്കാണ് കൊമ്പ് കുറിച്ചിരുന്നത്. അത് മുകളിലിരിക്കുന്ന ഒരുത്തന്റെ കൈ കിടക്കുന്ന കാര്യല്ലേ. സോറി മാഡം, 1 മണിക്കൂർ സമയം തന്നാൽ മതി. അതിനുള്ള ഞാനൊക്കെ വെട്ടിമുറിച്ച് ക്ലിയർ ആക്കി തരാം. 1 മണിക്കൂറോ? അപ്പോഴേക്കും എന്റെ ഫ്ലൈറ്റ് പോവും. ഓ, ടാക്സി വിളിക്കേ. പോയി വിളിക്കടാ. നീ പോയി വിളിക്ക്. അയ്യോ, ടാക്സി വിളിക്കണ്ട, സമയം ഒരുപാടോ. അല്ലേ വിക്രമ? എനിക്ക് ടാക്സി വേണ്ട, ഞാൻ ആ ജീപ്പിൽ പൊക്കോളാം. അത് എന്റെ ജീപ്പാ. പോയ എല്ലാ പ്ലാനും തരാം. അയ്യോ അയ്യോ, ജീപ്പി പോണ്ട, അത് ശരിയാവൂല. എന്ത് ശരിയാവാത്തെ? എനിക്ക് ജീപ്പ് മതി. വണ്ടിയുടെ താൻ ചെയ്ത കുറ്റല്ലേ? അത് ശരിയാ, ഒരു പ്രായച്ചിത്തം ആവട്ടെ. കോയാ, ഈ കുട്ടിയുടെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെക്കാൻ, എന്നിട്ട് താനും വാ 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 വാ. ഹലോ, ചെങ്കിൽ ദാദയല്ലേ? ഞാൻ വിക്രം ദാദയാണ്. ഞാൻ ലാലനാ. അതെ, വണ്ടി മാറി. അവള് ജീപ്പിലാ വരുന്നേ. ഒറ്റയ്ക്കാണോ? അല്ല, കൂടെ 2 പേരും കൂടി ഉണ്ട്. 2 തല്ലി നിരത്തിയേക്ക്, ശത്രുക്കളാ. വണ്ടി നിർത്തുക. എന്തായാലും മോൾ ഇവനോടൊപ്പം ഒറ്റയ്ക്ക് പോകണ്ട. കാരണം ഞാനിപ്പോ ഡീസന്റാ. ലാലാ, എടാ വക്കീലേ, വരുന്നേ. കോയ ഇങ്ങോട്ട് ഇറങ്ങുക. ഇറങ്ങടോ. താൻ അങ്ങോട്ട് കേറുക. അല്ല, ഞാൻ പോയാൽ ശരിയാവൂല. അല്ലേ വിക്രം? അതെ, ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളും. വർഷത്തിലും പറയാതെ കയറോ അങ്ങോട്ട്. അല്ല, വിക്രമൻ കൂടെ വരട്ടെ. ഈ വക സാധനങ്ങളൊന്നും കൊണ്ടുപോകണ്ട, അങ്ങോട്ട് കയറോ. അല്ല, അങ്ങോട്ട് കയറോ. കയറോ. വിക്രമാ, വിക്രമാ, വിക്രമാ. എല്ലാം ദൈവനിശ്ചയം. വിക്രമാ, അയ്യോ വിക്രമാ. മൗനം സമ്മതമാണെന്നാണ് ചൊല്ല്. എങ്കി പറ, നീ ഇഷ്ടപ്പെടുന്ന ആരെയാ? ചോദിച്ചു കേട്ടില്ലേ? ഭയപ്പെടാതെ തുറന്നു പറയൂ പെൺകുട്ടി, നമുക്ക് ആലോചിക്കാം. ആലോചിക്കാനൊന്നുമില്ല. ഇവിടെയുള്ള ഇഷ്ടത്തിലൊന്നും നടക്കുകയില്ല. മോഹനിഷ്ടം ഒരുപാട് ആഗ്രഹിച്ചതാ. ആ ആഗ്രഹം മോഹനകൃഷ്ണന്റെ മനസ്സിലേ നടക്കും. എന്റെ മോനെ കെട്ടാൻ പോകുന്ന പൂരം നാട്ടിൽ മുഴുവൻ പാട്ടാ. പാട്ടും പാട് നടന്ന ചേട്ടനല്ലേ? എന്താണ് ബാലമേനം പാട്ട് പാടാനും തുടങ്ങിയോ? ഏതാണ് ആ രാഗം? രാഗമല്ല, ഇതൊരു തരം രോഗമാ. നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുമ്പോ വന്നാലേ നമ്മളെ കാര്യം നടക്കുള്ളൂ. ഞാനൊന്ന് തീരുമാനിച്ചു, 1000 രൂപ കയറ്റി തരാന്ന്. താടി കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണോ ബീഡി കത്തിക്കുന്ന ബ്രോക്കറെ? ബീഡി കത്തിക്കുന്ന കാര്യമല്ലാന്ന്, മാവ് വെട്ടുന്ന കാര്യ പറഞ്ഞേ. തനിക്ക് തരാൻ ഇവിടെ മാങ്ങയില്ല തേങ്ങയില്ല, പോടോ. അപ്പളേ നമ്മൾ പിന്നെ വരാം. മോള് പറ, നമ്മുടെ തറവാടിനും അന്തസ്സിനും യോജിച്ച ആളാണെങ്കിൽ മുത്തശ്ശൻ വേണ്ടത് ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്തോ, ഒന്നിനും എന്റെ സഹകരണം ഉണ്ടാവില്ല. എങ്കിലിത് മംഗളകരമായിട്ട് നടക്കും. നീ പാടാ.
എവിടെ എവിടെ അതെങ്ങനെ Give it. വാടാ. ദേ, ഇതാരുടെ ഫോട്ടോ? ഇത് സണ്ണിച്ചനല്ലേ? സണ്ണി കുരുവിള. എന്താ മറുപടി പറയാത്തത്? ഇയാൾക്ക് എന്താ പണി? ഇത് തന്നെ ലൈനടി മുഖം കണ്ടറിയില്ലേ? അല്ല, കോച്ചാ, സെന്റ് തെരേസസിലെ. ഈ കോച്ചിന്റെ പേരെന്താ കൊച്ചേ? സണ്ണി കുരുവിള, പാലായില. അന്യജാതിക്കാരനാണല്ലേ അച്ഛാ? ഇതിന് കൂട്ടുന്ന എന്നെ കിട്ടില്ല. നടക്ക പാടാ. എന്റെ പുറന്തോട്ടിയുടെ അല്ല അനുപമയുടെ ആ ദുഷ്ടനോടുള്ള ഇഷ്ടത്തിൽ കഷ്ടത്തിലായത് ഞാനാ. നാട്ടുകാരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? പാരഡൈസ് ലോസ്റ്റ്. മോൾ എന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചു. മുത്തശ്ശ, ഒന്നും പറയണ്ട. ഈ മോഹം മറന്നേക്കൂ. നടക്കില്ല ഒരിക്കലും. മറ്റൊരു വിവാഹത്തിന് എന്നെ നിർബന്ധിക്കരുതെന്ന് മുത്തശ്ശനോട് പറഞ്ഞേക്കൂ. ഞാൻ പറയാം. എന്നാലും വക്കീലിനൊരു കള്ളത്തരം ഫീൽ ചെയ്യുന്നു. എന്ത് കള്ളത്തരം? അല്ല, ബാംഗ്ലൂരിൽ ഇരിക്കുന്ന അനുപമയ്ക്ക് സെന്റ് തെരേസാസിലെ കോച്ചുമായിട്ട് എന്താണ് ഒരു കൊളാബറിക്കേഷൻ? ഐ മീൻ 500 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ്. ഇത് ഇന്റർനെറ്റ് ലവ്വാ. ഓ, പുതിയ കാലഘട്ടത്തിലെ പ്രണയമായിരിക്കും. എന്നാലും എന്നാലുമില്ല. ഐ ലവ് ഹിം. ലവ് ഈസ് ബ്ലൈൻഡ്. കണ്ടോ? അവൻ ബോംബെ ദാദാ തന്നെയാ. ശവവുമായിട്ടാ വന്നിരിക്കുന്നേ. ഞാൻ ആ കോച്ചിനെ കണ്ടു. അത് ഈ കോലം കണ്ടപ്പോ മനസ്സിലായി. നിങ്ങൾക്കറിയോ, ഞാൻ അവിടെ ചെല്ലുമ്പോ ആ കോച്ച് വേറൊരു പെണ്ണിനെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുക. അത് കണ്ടതും എന്റെ നിയന്ത്രണം വിട്ടു. ആ പെണ്ണിനെ കണ്ടപ്പോഴോ? അതല്ല, ഇവിടത്തെ പെണ്ണിന്റെ പേരും പറഞ്ഞ് അവിടെ ഒരു ജഗ. എന്നിട്ട് എന്താവാൻ? അവൻ ഇവന്റെ കാലും കൈയും തല്ലി ഒടിച്ചു വിട്ടു. അത്ര തന്നെ. വിക്രമനോട് ആരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്? ഞാനാ. ഈ തറവാടിന്റെ മാനങ്ങളെ ഈ കാര്യത്തിൽ അനന്തരം ഞാൻ പിന്താങ്ങും. താങ്ങ് പിന്നെന്നുള്ള താങ്ങ് തനിക്ക് ഇനിയും പ്രതീക്ഷിക്കാം. കേറിപ്പോ. അയ്യോ ബോംബെ, കഷ്ടം. കാര്യങ്ങൾ ഇങ്ങനെ സ്ഥിതിക്ക് എന്റെ പ്രതീക്ഷ സഫലമാവും അല്ലേ ലാലേട്ടാ? എന്റെ പ്രതീക്ഷ സഫലമാവും. ആ പ്രതീക്ഷ അപ്രതീക്ഷിതമാക്കാൻ ഞാൻ ഇനി ജോലിക്കും പോണില്ല. പാവം മൃഗങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു. ഇവന്റെ ജോലി ലാലേട്ടന്റെ വക്കീൽ പണി പോലെയാ. ഫുൾ ടൈം ഈച്ചയാട്ടിക്കൊണ്ടിരിക്കുക അവിടെ. നീ അവനിട്ട് പണിഞ്ഞിട്ട് എനിക്കിട്ട് കേട്ടരുത്. എടാ, രണ്ടുപേരും കൂടി തമ്മി തല്ലി ചാകാതെ എങ്ങനെയെങ്കിലും അനുപമയെ കോർണർ ചെയ്യാൻ നോക്ക്. ഗുഡ് മോർണിംഗ്. മോളെ അനുപമ കൈവിടും. പിടിയാലെ കൊണ്ടുവന്നതിന്റെ ദേഷ്യത്തിലാ അവള്. ആ മൂക്ക് തിരുമ്പി നിൽക്കാതെ അച്ഛനെ വിളിക്കേ. മോളെ, അവളെവിടെ? വന്നു, ദേഷ്യത്തിൽ കഥ കടച്ചു. എന്റെ വാത്തി പോയി. ഒന്ന് മാറണോ കോന്ത? മോളെ അനുപമേ, വാതിലോർക്ക്. ഇന്നോളം മുത്തശ്ശനെ കാണാൻ തിരക്ക് കൂട്ടി വരുന്ന എന്റെ കൊച്ചുകുട്ടിയെ എനിക്കേ അറിയൂ. എന്തിനാ നീ മുഖം വെറുപ്പിച്ചിരിക്കണത്? ഓ, കുട്ടിക്കാലം മുതലേ വാശി പിടിച്ച് കാര്യം നേടാൻ നീ മിടിക്കുക. പക്ഷെ ഇക്കാര്യത്തിൽ നടപ്പില്ല. ഇത് ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആണ്. എനിക്ക് മനസ്സിലാവണില്ല ഒന്നും. മക്കൾക്ക് ഒരു നല്ല ജോലി കിട്ടാന്നുള്ളത് ഏതൊരു പാരന്റ്സിന്റെ ആഗ്രഹം. ഇവിടെ എന്ത് പറ്റി എല്ലാവർക്കും? നീ കൈവിട്ടു പോകുന്ന കാണാനുള്ള ശേഷി എനിക്കില്ല. നിന്റെ അച്ഛനമ്മയും മരിക്കുമ്പോ നിനക്ക് 4 വയസ്സാ. അന്നു മുതൽ ഇന്നോളം ഈ കൈത്തണ്ട കിടന്നാ നീ വളർന്നത്. എന്റെ മരണം വരെ എന്റെ കുട്ടി എന്നോടൊപ്പം ഉണ്ടാവണം. പിന്നെ എന്തിനാ മുത്തശ്ശൻ എന്നെ ഇത്രയും പഠിപ്പിച്ചത്? ഈ കുഗ്രാമത്തിൽ ജീവിക്കാനാ? ഈ അടുക്കള പുക കൊള്ളാനാ? വിദ്യാധനം സർവധനാൽ പ്രധാനമെന്നല്ലേ? ഞാൻ സംസാരിക്കുന്നത് മുത്തശ്ശനോടാ. ഞാൻ പറഞ്ഞത് മുത്തശ്ശനോടാ. തർക്കം വേണ്ട. എന്റെ തീരുമാനം അങ്ങോട്ട് പറയാം. ഈ തറവാട്ടിൽ ഇതുവരെ പ്രായമായ പെൺകുട്ടികളെ ജോലിക്കല്ല അയക്കാറ്, കല്യാണം കഴിപ്പിച്ച. ഡോക്ടറായിരുന്നു എന്റെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു നിന്നെ ഒരു ഡോക്ടറെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന്. ഭാഗ്യത്തിന് നിന്റെ 2 മുറച്ചക്കന്മാരും ഡോക്ടർമാരാ. മൃഗ ഡോക്ടർ മോഹനകൃഷ്ണൻ, ആയുർവേദ ഡോക്ടർ ഓമനക്കുട്ടൻ. മുത്തശ്ശ, എനിക്ക് ഒന്നും പറയണ്ട, പറഞ്ഞ അനുസരിച്ചാ മതി. അങ്ങനെ. ഓ, അകത്തെന്താ നടന്നത്? അകത്ത് ഞങ്ങൾ കാരണവന്മാര് തമ്മിൽ പലതും തീരുമാനിച്ചു. പറ. എന്തോന്ന് പറയാൻ?
ഭാഗം വെച്ച് കിട്ടിയ സ്വത്തൊക്കെ മത്സരിച്ച് വിറ്റ് രണ്ടുപേരും കൂടി പുട്ടടിച്ചില്ലേ? പോരാത്തതിന് വാശിയോടെ 5-6 പെമ്പിള്ളേരെയും കുറെ തീരാക്കടോ സൃഷ്ടിച്ചില്ലേ? കഴിഞ്ഞത് കഴിഞ്ഞില്ലേ? ഒന്നും കഴിഞ്ഞില്ല. ആ പെങ്കുച്ചി കൈവിട്ട് പോയാ ആ നിമിഷം നിങ്ങൾ രണ്ടും വഴിയാധാരവും. അത് ഓർത്തിട്ടാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നമ്പർ ഇട്ടത്. നിങ്ങളിൽ ഒരാൾക്ക് ലോട്ടറി അടിക്കാൻ പോകുന്നു. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ. ഓ, ആ ലോട്ടറി അല്ല, ഈ കണ്ണത്താ ദൂരം കിടക്കുന്ന സ്വത്തിന്റെ ഏക അവകാശിയായ അനുപമയെ നിങ്ങൾ രണ്ടുപേരിൽ ഒരാളുടെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. എന്റെ മകൻ മോഹനകൃഷ്ണൻ അവക്ക് നന്നായിട്ട് ചേരും. എന്റെ മോനെന്തൊരു കുറവ്. അറമ്പന. ആ. എങ്ങോട്ടേക്കാണാവോ? അയ്യോ മതി മതി, മനസ്സിലായി, ഹോസ്പിറ്റലിലേക്കാണെന്നാ. അതെ, അങ്ങോട്ട് ചെല്ലേ. എടാ, നീ തൊണ്ടയ്ക്ക് ഓപ്പറേഷൻ ചെയ്തൊരുത്തിന് ശബ്ദം പോയി എന്ന് പറഞ്ഞ അവിടെ ആകെ ബഹള. എന്നെ കണ്ടാ തല്ലി കൊല്ലുന്നാ പറഞ്ഞത്. ഈശ്വര, വലിയ ഡോക്ടർ ആണെന്ന് പറഞ്ഞാ നടക്കണത്. ഞാൻ ഒരു സാധാരണ MBBS ഡോക്ടറാ. ത്രോട്ട് പെയിനുമായിട്ട് വന്ന അയാളെ ENT സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് ട്രീറ്റ് ചെയ്യിക്കാന്ന് ഞാൻ പറഞ്ഞതാ. വിജിയുടെ അച്ഛനാ പറഞ്ഞത് ഞാൻ തന്നെ നോക്കിയാ മതി. പണി പഠിക്കുമ്പോ 1-2 തൊണ്ടയൊക്കെ പോയിന്ന് വരും. അത് ഹോസ്പിറ്റൽ ബിസിനസിൽ പതിവാ. ആ, എങ്കിൽ നമുക്കയക്ക് നഷ്ടപരിഹാരം കൊടുക്കാം. നാണോ ഇല്ലല്ലോ നിങ്ങൾക്കിത് പറയാൻ. വിജി, വേറെ ഒരു MBBS സർട്ടിഫിക്കറ്റും ആയിട്ടാ നീ എന്റെ മോളെ കെട്ടിയത്. ആശുപത്രിയും ഈ വീടും കാറൊക്കെ ഞാൻ ഉണ്ടാക്കിയതേ. പലരുടെയും കഴുത്തറത്തിട്ടാ. അറിയാം നിനക്ക്? അയ്യോ, ആദ്യം നല്ലൊരു ഡോക്ടറെ കണ്ടി നശിച്ച വിക്കൊന്ന് മാറ്റ്. ഡോക്ടറെ, ആരാ? ഡോക്ടറെ ഒന്ന് കാണാമെന്നതാ. പരിശോധന ആസ്പത്രിയിലാ. ഞങ്ങൾക്ക് ഡോക്ടറെ ഒന്ന് പരിശോധിക്കേണ്ടത്. ഒന്നാ വിളിച്ചേ. അപ്പോ നിങ്ങളെ അവൻ ഓപ്പറേഷൻ ചെയ്തോ? ഓപ്പറേഷൻ കേസല്ല ഇത്. അപ്പൊ തല്ലാൻ വന്നല്ല. നണ്ടാ, എന്താ? കണ്ടാലാള് മാനിനാവുണ്ട്. പക്ഷെ കയ്യിലിരിപ്പ് ചെറ്റത്തരല്ലേ. നിങ്ങളാരാ? അനുപമയെ അറിയോ? ഇത്രയും കാലം അവളുടെ പിറകെ നടന്ന് പ്രേമിച്ചിട്ട് ഇപ്പൊ അറിയില്ലെന്നോ? ആരെ പ്രേമിച്ചെന്നാ നിങ്ങൾ പറയണേ? നിങ്ങളാരാ? ഇദ്ദേഹത്തിന്റെ ഭാര്യ. ഓഹോ, ഈ ഭാര്യ ഉണ്ടായിട്ടാണോ ഇവന് പണിക്കിറങ്ങിയത്? ഏത് പണി? എന്ത് പണിയുന്ന? ബാംഗ്ലൂർ പഠിക്കുന്ന നിങ്ങളുടെ അനന്തരവളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് കറക്കി കയ്യിലെടുത്തിരിക്കാൻ നിങ്ങളുടെ ഭർത്താവ്. കരളെ കുറ്റിക്കിട്ടൊന്ന് പൊട്ടിക്കേണ്ടതാ. ഭാര്യയുടെ മുമ്പ് വെച്ച് വേണ്ടാന്ന് വിചാരിച്ച. നിങ്ങൾക്ക് ആള് മാറിയതാവും. ആദ്യം ഒന്ന് മാറി പാലക്കാരൻ കോച്ചിട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സത്യം പറഞ്ഞു താനാണെന്ന്. മിണ്ടിപ്പോരുത്. ഇനി ബപ്പപ്പാന്ന് പറഞ്ഞ പെണ്ണിന്റെ പിന്നാലെ നടന്നാലുണ്ടല്ലോ നിന്റെ പെടലിക്ക് പോലെ തല കാണില്ല. അവർക്ക് ആള് മാറിയതാവും. ഇനി എന്തോ നോക്കി നിൽക്കാനടി? ഇപ്പൊ ഇറങ്ങണേ വീട്ടിൽ നിന്ന്. അച്ഛാ, ഇനി കണ്ണ കണ്ട പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ കയറ്റി പുറപ്പെടുന്ന നിനക്ക് കാണോ? ഇറങ്ങടി, ഇറങ്ങാൻ. അവളെ നിന്നോട് കൂടെ പൊറുതി മതിയാക്കി. ഹലോ, എന്നെ മനസ്സിലായില്ലേ? പിന്നെ ഇവിടുത്തെ അനുപമയെ നശിപ്പിച്ച ആളല്ലേ? അയ്യോ, അപ്പന്റെ ഫാനാണല്ലേ? ഏത് കറിക്കായിരിക്കുന്നത്? പുളിശ്ശേരിക്ക്. അയ്യയ്യേ, പുളിശ്ശേരിക്ക് ഇങ്ങനെയാണ് അരക്കുന്നത്. ഈ കറിക്കരയ്ക്കുമ്പോഴേ ഈ ദേഹം മുഴുവൻ ഇങ്ങനെ ഗ്ലങ്ക് ചിക്കൻ അറന്നില്ല. കൈ മാത്രം ഇങ്ങനെ ആടിയാ പോരെ. ഞാനാ സേനൻ. എപ്പോ വന്നു? ദാ ഇപ്പൊ വന്നുള്ളൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളല്ലേ വിശേഷം ഉണ്ടാക്കണ ആള്. ഏതോ ഒരു ശപിക്കപ്പെട്ട നിമിഷത്തിൽ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി. ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. നല്ല ചൊണയുള്ള ആമ്പിള്ളേർ ഇതിലപ്പുറവും ചെയ്യും. സൂക്ഷിക്കേണ്ടത് പെമ്പിള്ളേർ. അത് തന്നെ. ഇവിടുത്തെ പെണ്ണിന്റെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയായത്. സത്യത്തിൽ ഞങ്ങളൊക്കെ നിങ്ങളുടെ ആരാധകരാ. പിന്നെ പെണ്ണിന്റെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? തലകറക്കോ വല്ലതും? പച്ചമാങ്ങയും പുളിയൊക്കെ ചോദിച്ചു കാണുമല്ലോ. ഷർദല്? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഈ സമയത്ത് പൂക്കുലാതെ ലേഹ്യം വളരെ നല്ലതാ. ഈ ജീപ്പ് എടോ വക്കീലേ, ഇത് ആരുടെ ജീപ്പാ? മഹേന്ദ്ര കമ്പനിയുടെ ആണെന്ന് തോന്നുന്നു. ഇതിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് ഞാൻ എൻക്വയറി ചെയ്തിട്ട് വരാം. വരൂ, അല്ലെ വരണ്ട. അരപ്പ് മതിയായോ നോക്കി. അയ്യോ, സോറി. ഇതാരത്? രാജാപ്പാട്ട് രംഗവരെയോ കൊടുകൈ. നിനക്കൂടെ എന്താ കാര്യം? ഞാൻ ഈ അരപ്പിനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ. അല്ലല്ല, ഗ്രൈൻഡർ. മുളവ് നിന്നോട് ഈ പടി ചവിട്ടരുതെന്ന് പറഞ്ഞിട്ടില്ലേ? പടി ചവിട്ടി അല്ലല്ലോ, ഞാൻ ജീപ്പിലാണല്ലോ അങ്ങോട്ട് വന്നത്. അരപ്പ് മതിയായെങ്കിലേ നിങ്ങളുടെ കോരി ഇവനൊന്നും നോക്കിയാ നീ എല്ലാം നശിച്ചു പോകും. ഇറങ്ങി പോടാ വെളിയില്. ഇല്ലെങ്കിൽ ഇല്ലെന്ന് കൊന്നുകളയും ഞാൻ. എന്തോ കൊല്ലണോ? വേണോ? കൊല്ലം കത്തി വേണോ? വേണോ? തനിക്ക് വേണോടോ? That's it.
ഇപ്പൊ ഞാൻ ഇവിടെ വന്നത് എന്തിനാണെന്നറിയാമോ? ഈ മാവുകളൊക്കെ ഞാൻ വാങ്ങിയിരിക്കുക. തനിക്കെന്താ വട്ടുണ്ടോ? മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുകയാണല്ലേ? ഇനി എത്ര ആഗ്രഹിച്ചാലും തനിക്ക് ഈ മാവ് കിട്ടാൻ പോകുന്നില്ല. ഇതൊക്കെ വിറ്റുപോയി. സോറി. ഓഹോ, പോയാ മാവ് കോയാ? തർക്കം വേണ്ട വക്കീലേ. ഈ മാവൊക്കെ പൊന്നും വിലകൊടുത്ത് നമ്മൾ മേടിച്ച ഈ സാറിന് വേണ്ടി. പോക്കറ്റം ഇയാള് എന്റെ പണിക്കാരനാ. ഞാനൊരു മാവ് കച്ചവടക്കാരനൊന്നുമല്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്നാലും ഒരു രസം. ഇത് വെച്ച് ഞാനൊരു പണിയും മക്കളെ. ഈ പണി പാളും മക്കളെ. തൽക്കാലം ഞങ്ങൾ ഈ മാവുകൾ വിൽക്കുന്നില്ല. അഡ്വാൻസ് മേടിച്ചിട്ട് വാക്ക് മാറ്റി പറഞ്ഞാലുണ്ടല്ലോ. ആ വാക്ക് ഞങ്ങൾ മാറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പിന്നെ തല മാറ്റാൻ പറ്റുമോ? വാക്കല്ലേ മാറ്റാൻ പറ്റൂ? വാക്ക് മാറ്റിയ നാക്ക് കാണില്ല. അയ്യോ, എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. കാരണം ഒരു പ്രശ്നത മാവ് തന്നെ. ഞാൻ ആഗ്രഹിച്ച മുതലാ ഇത്. അതല്ല ഇത്. ഇതും കൊണ്ടേ ഞാൻ പോകൂ. അതിനു മുമ്പ് തന്നെ പോലീസുകാർ. അതുകൊണ്ടല്ലേ ഞാൻ എഗ്രിമെന്റ് ഒപ്പിടിച്ച് വാങ്ങിച്ചത്. ഏത് എഗ്രിമെന്റ്? ഇതാ ഈ എഗ്രിമെന്റ്. വായിച്ചു കൊടു സേന. അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചു കേട്ടോളൂ. 2004 ജൂൺ മാസം 26-ാം തീയതി ശനിയാഴ്ച ദിവസം മേനോൻ മഠത്തിലെ പരേതനായ രാഘവൻ നായരുടെ മകൻ അച്യുതൻ നായരും, അതായത് ഈ ചങ്ങാതി, അടക്കാപ്പറമ്പിലെ കേശവൻ നായരുടെ മകൻ ചന്ദ്രസേനും, അതായത് ഞാൻ, ചേർന്നുണ്ടാക്കിയ തടി വിൽപ്പന കരാർ. മഠത്തിന്റെ വടക്കിഴക്കേ മൂലയിലുള്ള 4 മാവ് 23,500 രൂപയ്ക്ക് രണ്ടാം കക്ഷിക്ക് താഴെ പറയുന്ന പ്രകാരം തീർകൊടുത്തിരിക്കുന്നു. കഴുത്തറപ്പം വിലയായി പോയില്ല കാരണവരെ. മേൽപ്പറഞ്ഞ മാവുകൾ 6 മാസത്തിനകം വെട്ടിക്കൊണ്ടു പോയാ മതി. മാവിന്റെ വേര് മുതൽ തല വരെ മേടിച്ചാളിന്റെ അവകാശമാണ്. തായ്വേര് വീടിന്റെ അടിത്തറ ഇളക്കുമല്ലോ വക്കീലേ. തീർന്നില്ല. മാവിന്റെ തണലിൽ വിശ്രമാവകാശം, മാവിന്റെ പൂർണ്ണ ശുശ്രൂഷാവകാശം, മാവിന്റെ അസംസ്കൃത വസ്തുക്കൾ സൂക്ഷിക്കാൻ അതിനകത്തൊരു മുറി. അപ്പൊ പിന്നെ വീട്ടിനകത്തും കയറാം. പിന്നെ കുട്ടിയുടെ മുറി ഫ്രീ ആയിരിക്കോ? കുറച്ച് മാങ്ങ പഴിപ്പിക്കാൻ വെക്കാനാ. വക്കോലിട്ട് ചാക്കിട്ട് മൂടി തീയിട്ടിട്ട് ഇങ്ങനെ. താങ്ക് യു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എന്റെ ഇത്രയും വർഷത്തെ അഭിഭാഷക വൃത്തികടയിൽ ഇത്രയും വൃത്തികെട്ട ഒരു കരാർ ഞാൻ ആദ്യമായി കാണുകയാണ്. എന്താണോ വക്കീല് എന്ത് ഇതൊക്കെ വായിച്ചു നോക്കാതെ ആണോ താൻ ഒപ്പിടിച്ചത്? മുത്തച്ഛ, എനിക്കൊന്നും കേൾക്കണ്ട. വേണ്ട. ഈ കരാറ് പ്രകാരം ഇനി ഒരു 6 മാസക്കാലത്തേക്ക് ഞാൻ ഈ വീടിന്റെ കോർണർ ടു കോർണർ കയറി ഇറങ്ങി കുട്ടിയുടെ ബെഡ്റൂമിൽ കട്ടിലിൽ കയറി നിരങ്ങി പൂണ്ട് വിളയാടില്ലേ ഞാൻ. അയ്യോ, ഈ സമയത്ത് ദേഹത്ത് ഇങ്ങനെ ഒലക്കരുത്. പോയി റെസ്റ്റ് എടുക്കൂട്ടി. ഈ സമയത്ത് ഈ കുട്ടിയോട് മിണ്ടാനുള്ള അവകാശം ഈ കരാറി പറഞ്ഞിട്ടില്ല. അവകാശം ഉണ്ടല്ലോ. എങ്ങനെ? പിന്നെ വെറുതെയാണോ ഗോവയിൽ വെച്ച് ഐസ്ക്രീമിനകത്ത് മയക്കുമരുന്നിട്ട് ജംഗിൻ നമുക്ക് സുപ്രീം കോടതി. ആരൊന്നും മിണ്ടാത്തെന്താന്ന്? ഞാനൊരു മരണം മുന്നിൽ കാണുന്ന അവസ്ഥയില. വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കണം. വേണ്ട, എന്നെ ഒന്ന് ഇറക്കി വിട്ടാ മതി. എന്തിന്? ഇന്ന് എനിക്ക് പ്രമാദമായ ഒരു കേസ് ബാധിക്കാനുള്ളതാ. കോടതി പോണം. ഈ ഞായറാഴ്ച ചെയ്ത് കോടതി? കോടതി അവിടെ ഉണ്ട്, പക്ഷെ കേസില്ല. എന്നാ എനിക്ക് സുഖമില്ല. ആശുപത്രി പോണ ഹെർണിയ. നിർത്ത്, എനിക്കൊന്ന് ഇറങ്ങണം. അയ്യോ, പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം. ഞാനാണ് തുടങ്ങാം. ഇടിക്കുന്ന പോലെ ആക്ഷൻ മാത്രം മതി. ഞാൻ അഭിനയിച്ചോളാം. അയ്യോ, എനിക്ക് നോവുന്നുണ്ട്. പറഞ്ഞ പ്രകാരം ഞാൻ വീട് കഴിഞ്ഞു. ഓ, ഞാൻ മരിക്കണമല്ലേ? ഹലോ. അനുപമയെ അവര് കൊണ്ടുപോയി. സന്തോഷം. ദുഃഖമില്ല. അനുപമയ്ക്ക് നിങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്. അനുപമ കഴിഞ്ഞ മാസം ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റഡി ടൂറിന് ഗോവയിലേക്ക് പോയപ്പോൾ അവിടെ ഒരു ഐസ്ക്രീം പാർലറിൽ വെച്ച് യാദൃശികമായ ഒരു മലയാളി യുവാവുമായി പരിചയപ്പെട്ടു. അയാൾ അനുപമയ്ക്ക് ഒരു ഫെലൂഡ ഓഫർ ചെയ്തു. അത് കഴിച്ച് അവൾക്ക് ഓർമ്മയില്ലാണ്ടായി. ബോധം കെട്ടു. ഷീ ബിക്കം റിയലി അൺകോൺഷ്യസ്. ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോൾ അവൾക്ക് വിലപ്പെട്ടതെല്ലാം നഷ്ടമാവുകയും ചെയ്തു.
എന്റെ ഈശ്വര, ഞാൻ എന്തായി കേക്കണം? എത്ര രൂപയാ നഷ്ടപ്പെട്ടത്? ഒരു പെണ്ണിന് വിലപ്പെട്ടത് രൂപയല്ലടാ മണ്ട. ഓഹോ, ആഭരണങ്ങളാണോ? മുംബൈ കഴുത അയാളെ ഗോവയിൽ പലയിടത്തും തിരക്കി. കിട്ടിയത് അനുവിന്റെ കയ്യിലിരിക്കുന്ന ആ ഫോട്ടോ മാത്രം. ആ ഫോട്ടോയിലുള്ള ആളല്ലേ ഞാൻ കണ്ട ഡോക്ടർ? അത് തന്നെയല്ലേ ഞാൻ കണ്ട കോച്ച്. തനിക്ക് ഛായ തോന്നിയതായിരിക്കും. ചായം തന്നില്ല, പക്ഷെ ഫോട്ടോ കാണിച്ചപ്പോ അവൻ സമ്മതിച്ചു അവൻ തന്നെയാണെന്ന്. സമ്മതിച്ചോ? അങ്ങനെ വഴിയില്ലല്ലോ. നമ്മുടെ വക്കീല് പറഞ്ഞൊന്നും അച്ഛന് വിശ്വാസമായില്ലേ? പറഞ്ഞ് നേരെ ഏതാ നോണ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഇതുപോലൊരു നിസാര കാര്യത്തിന് ലോകത്ത് ഒരു പെണ്ണും കള്ളം പറയില്ല. എല്ലാ സത്യം അറിഞ്ഞ് ഇനി ആര് വരും എന്റെ മോളെ കെട്ടാൻ? മുത്തച്ഛ, മാരേജസ് ആർ മെയ്ഡ് ഇൻ ഹെവൻ. നന്മ നിറഞ്ഞ മനസ്സും ഒരു പെണ്ണിന്റെ നിസ്സഹായത മനസ്സിലാക്കാനുള്ള ഹൃദയവിശാലതയും ജീവിതത്തിലെ കയ്പ് നിറഞ്ഞ നിമിഷങ്ങൾ നേരിടാൻ തന്റെ ഇടമുള്ള ഒരാൾ അനുപമയെ വിവാഹം ചെയ്യാനുണ്ട്. മുത്തശ്ശ, അനുപമ മനസ്സാവാച അറിയാൻ സംഭവിച്ച കാര്യമായതിനാൽ എനിക്ക് സമ്മതമാണ്. ഓമനിക്കുട്ടാ, ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അവള് പിഴച്ചവൾ. നോട്ട് ദിസ് പോയിന്റ്. ആയിക്കോട്ടെ, എന്റെ കുറുന്തോട്ടിക്ക് വേണ്ട. എന്റെ മോളെ കുറിച്ച് ആരും സഹതപിക്കണ്ട. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ഈ നിരപരാധിയെ ചൂണ്ടിക്കാണിച്ച് പ്രതിയാക്കിയത് നീ അല്ലടാ റാസ്കൾ. നിരപരാധിയാണോ അല്ലയോ ഒന്ന് കോടതി തീരുമാനിക്കും. ഞാനൊരു വക്കീലാണ്. നീ ഏത് മൈസേട്ടാണെങ്കിൽ എനിക്ക് എന്തറാ? അപ്പോ താങ്ക് യു. നീ എങ്ങട്ടാടാ? നീ പോ. എന്നാ പരിപാടിയാ സാറേ കാണിച്ചത്? എനിക്ക് കിട്ടിയതിന്റെ ഒരു പാതിയെങ്കിലും ലാണ്ട് അവന് കൊടുക്കണേ. കറക്റ്റ്. ഹാപ്പിയാ? ഒന്നുമില്ലെങ്കിൽ ഇനി മുതൽ എന്റെ സ്വഭാവം മാറ്റുക, അല്ലെങ്കിൽ രൂപം മാറ്റുക. നീ കാരണം ഇനി എന്റെ ഭാവി അളിയൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇടിച്ചു കൂമ്പ് കലക്കും ഞാൻ. ഇനി എന്നാ കലക്കാനാ? എന്തോടോ? ആണ്ടെ നല്ല ഇടിയായിരുന്നു കേട്ടോ. സോറി. ഹലോ. അനുപമ. എന്നോട് ആകെ ദേഷ്യമായല്ലേ? ഞാൻ ചെയ്തതൊക്കെ തെറ്റായിരുന്നു എന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം. വരും വരായികളെ കുറിച്ച് ചിന്തിക്കാതെ കുറെ നുണകൾ പറഞ്ഞു. അതൊക്കെ ഒരിക്കലും കാണാത്ത ചന്ദ്രസേനെ ബാധിക്കൂന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നിങ്ങളുടെ മനസ്സ് വളരെ വലുതാ. അതാ എന്നെ അവരുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാനുള്ള സന്മനസ്സുണ്ടായത്. എന്നെ ഹരാസ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് നിങ്ങളോട് വെറുപ്പും ദേഷ്യമായിരുന്നു. ഇപ്പോ ആരൊക്കെയോ ആണെന്ന് തോന്നൽ. നേരാ, എനിക്കും ഏതാണ്ടൊക്കെ തോന്നി തുടങ്ങി. എന്റെ മനസ്സിലിപ്പോ എയർ ഹോസ്റ്റസും മോഡേൺ ലൈഫും ഒന്നുമില്ല. ഒന്നിച്ചൊരു ജീവിതം മാത്രം. അനുപമ, ഐ ലവ് യു. ഞാൻ പോണു. ഓക്കേ, ബൈ. ബൈ. ഇനി ഒരു യുഗ്മഗാനം. നല്ല ശേല്. ഒരല്പം ക്രിട്ടിക്കലാണ്. പേഷ്യന്റ് തിയേറ്ററിലേക്ക് മാറ്റിക്കോളൂ. എന്താ? ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ ഡോക്ടർ നന്ദകുമാറിന്റെ റൂം ഏതാ? എടോ, എനിക്ക് ചെവിട് കേട്ടൂടെ? ലെഫ്റ്റ് പോയി 5th ഫ്ലോർ. അന്ന് പിന്നെ പറഞ്ഞൂടെ? പേരെന്താ? വാടവിടെ. ഡോക്ടർ സ്വന്തം മുറി മറന്നായിരിക്കും. ഡോക്ടർക്ക് മെന്റൽ പ്രോബ്ലം വല്ലതും ഉണ്ടോന്നാ സംശയം. ആവോ. ഈ നന്ദകുമാർ ആ പേഷ്യന്റിനെ തിയേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനിപ്പോ ഞാൻ എന്ത് വേണം? സിസ്റ്റർ, തിയേറ്ററിൽ ഏത് പടാ കളിക്കുന്നത്? ഡോക്ടർ, ഹായ്. ഏത് ഫ്ലോറിലേക്കാ? മിണ്ടൂല്ലേ? ഡോക്ടർ, ബി ബ്ലോക്കിലെ 62 നമ്പർ പേഷ്യന്റിന് പെയിൻ മാറുന്നില്ല. ഡോസേജ് കൂട്ടിയിട്ട് ഓവറൻ കൊടുക്കട്ടെ? അത് കുറച്ച് ഓവറായിട്ട് കൊടുത്തോളൂ. പിന്നല്ല, സംശയമൊക്കെ നമ്മളെടുത്താ ചോദിക്കണം. വരട്ടെ. ഈശ്വരാ, ഇതെന്താ ഡബിൾ റോളോ?
ആരാ നീ? ഞാൻ ചന്ദ്രസേനൻ. നീയാണോട് ഒരു പെണ്ണിനെ പഴപ്പിച്ചിട്ട് എന്റെ തലയെ കെട്ടിവെച്ചത്? അനാവശ്യം പറയരുത്. നായിന്റെ മോനെ ഒന്നുകളയും ഞാൻ. എല്ലാത്തിനും കാരണക്കാരൻ. അയ്യോ ഞാനല്ല. ചാലക്കുടി മണിയണ്ണന്റെ ശബ്ദം കളഞ്ഞ താനാണോ? അതെനിക്കൊരു അബദ്ധം പറ്റിയതാ. നഷ്ടപരിഹാരം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ അടി കൊടുത്ത പിഴപ്പിച്ചെന്റെ നഷ്ടം കൊടുക്കാന്ന് ഇയാൾ പറയും. ആ എന്നെ തല്ലരുത് പ്ലീസ്. ഞാനൊരു ഡോക്ടറാ. എന്താ ഡോക്ടറെ തല്ലാൻ പാടില്ല നിയമമുണ്ടോ? അയ്യോ സത്യമായിട്ട് ഞാനൊരു പാവാ. ആര് പറഞ്ഞു? ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിക്കോളൂ. ഈ ഹോസ്പിറ്റൽ വിട്ടൊരു ലോകം എനിക്കില്ല. 3-4 ദിവസം മുമ്പ് ഏതോ ഒരു പെണ്ണിനെ ഞാൻ വഞ്ചിച്ചു എന്നും പറഞ്ഞ് 2 പേര് എന്റെ വീട്ടിലും വന്നിരുന്നു. അത് കേട്ട് എന്റെ വൈഫ് പിണങ്ങിപ്പോയി. ഗോഡ് പ്രോമിസ്. പിന്നെ ആരാടാ അതിന്റെ പുറയില്? അതെനിക്കറിയില്ല. അതിരിക്കട്ടെ, നിങ്ങൾ എങ്ങനെ എന്റെ അടുത്തെത്തി? നിങ്ങളുടെ പേരാ പെണ്ണിന്റെ മുത്തച്ഛനോട് പൊളവും വക്കീൽ പറഞ്ഞ ഞാൻ കേട്ടു. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത് വന്നവര് സെന്റ് തെരേസാസ് കോളേജിലെ ഒരു കോച്ചിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇതൊരു CBI അന്വേഷണം പോലെ ഉണ്ടല്ലോ. ഡോക്ടറേ ദാ ഒരേപോലത്തെ 3 എണ്ണത്തിന് ഞാൻ ആദ്യമായിട്ട് കാണുക. ഇപ്പൊ മനസ്സിലായി എല്ലാത്തിന്റെയും പിന്നിൽ ഇവനാണെന്ന്. നിങ്ങളിൽ ആരുടെ അച്ഛനാ ഇത്ര വലിയ കള്ളൻ? നിന്റെ അച്ഛൻ. എങ്കിൽ ഇത്ര നീളം വരത്തില്ല. ഞാൻ 3ന്റെ ഉത്ഭവം കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചതാ. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. ഒരേപോലെ 9 പേരുണ്ടാവും ഭൂമിയില്. ഓ അതിൽ 3 എണ്ണം മലയാളികൾ. ബാക്കി ഇനി എവിടെയാണാവോ? കോണാത്തില്. കൊണാർക്കില്. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഹലോ. എക്സ്ക്യൂസ് മീ. ആരാ 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 ആരാ? എന്നാ വേണം? ഇങ്ങോട്ട് വാടാ. അയ്യോ കൊടുത്താ കൊല്ലത്തും കിട്ടുന്നു കേട്ടിട്ടുണ്ടോടാ? കാര്യം പറയാതെ എന്നെ തല്ലാനുള്ള അധികാരേ എന്റെ അപ്പന് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ചെയ്യാത്ത തെറ്റിന് മെക്കെട്ട് കയറാനുള്ള അധികാരം ഒരു തെണ്ടിക്ക് ഞാനും കൊടുത്തിട്ടില്ലടാ. എടാ ഊവേ, ഞാൻ ചെയ്ത തെറ്റന്നാ കാശ്മീർ പ്രശ്നത്തിൽ കൈ കടത്തിയത്. ഇനി ഞാനത് വിവരിക്കണോ? അനുപമ എന്നൊരു പെൺകുട്ടിയെ ഗോവയിൽ വെച്ച് നശിപ്പിച്ചത് നീയല്ലടാ. നീയൊക്കെ നശിപ്പിച്ചതേ ഞങ്ങളുടെയൊക്കെ കുടുംബജീവിതം. ആണ്ടെ നിങ്ങൾക്കറിയാമോ, കർത്താവാണ് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു അനുഭവം കാരണമാ 6 വർഷം ഞാൻ പ്രേമിച്ച് കിടന്ന എന്റെ അൽഫോൺസായി എനിക്ക് നഷ്ടപ്പെട്ടത്. ആ പെണ്ണിന്റെ പേരും പറഞ്ഞ് ഒരിക്കലും ഒരുത്തൻ എന്നെ തല്ലാൻ വന്നു. അന്ന് അവന്റെ കാലി ഞാൻ തല്ലി ഓടിച്ചു. അതല്ലാതെ അവളെ കുറിച്ച് എനിക്ക് ഒന്നും അറിയുകയില്ല. വിശ്വാസം വരുന്നില്ലെങ്കിൽ ഇതാ എന്നെ കൊന്നു. എന്തായിരിക്കും അവളുടെ ഉദ്ദേശം? ഒരേപോലെ രൂപസാദൃശ്യമുള്ളവർ മാത്രം കണ്ടുപിടിച്ച് ഇതിലെന്തോ ചതിയുണ്ട്. നമുക്ക് വേണ്ട വേണ്ട, ഇത് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാം. അവളെ ഏത് കൊമ്പത്തെ തമ്പുരാട്ടിയായാലും ശരി, ഈ സേനം വെറുതെ വിടില്ല മക്കളെ. ഒന്ന് വേഗം കുടിക്കും മണിയേട്ടാ, വൈകുന്നേരത്തിന് മുമ്പ് കാസർഗോഡ് എത്തേണ്ടതാ. ചായ 168. എടോ ചായ 168, അതായത് ചായ 168. ഇവിടെ തന്നെ വണ്ടി എടുത്ത്. കമോൺ. വണ്ടിയിലാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. നിങ്ങൾ ലേശം കൂടി മുമ്പോട്ട് പോയിട്ട് വണ്ടി തടയണം. പിന്നെ മേലോട്ടും കീഴോട്ടും നോക്കാതെ മേലും നോവാതെ അടി കൊടുക്കണം. അടി എന്നൊക്കെ പറഞ്ഞാൽ നല്ല 1ാം അടിയായിരിക്കണം കേട്ടോ, നല്ല ബെസ്റ്റ് അടി. പിന്നെ അവന്റെ ശബ്ദം പുറത്ത് കേൾക്കരുത്. അതെ ഉവേ, ഇതിനിടയ്ക്ക് പെണ്ണിനെ പൊക്കി തരണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പിരിഞ്ഞോക്കോ. കർത്താവേ, നാടൻ പാട്ടുകാരൻ ചാലക്കുടി മണികണ്ഠൻ. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ നീ എന്റെ കർത്താവേ, മാമ്പഴമാകട്ടെ നീ എന്റെ ഈശോയേ, മാമ്പഴമാകട്ടെ നീ.
വിക്രം